ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ നടക്കില്ലല്ലോ. അപ്പൊ എന്താണ് അതിനെ ടാർഗറ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അതും ചെയ്യുന്നത് ആരാ? ബ്ലഡ് ആണ്. ഓക്കെ. പിന്നെ വരുന്നത് ബോഡി ടെമ്പറേച്ചർ, ആസിഡ് ബേസ് ബാലൻസ്, പി എച്ച് ബാലൻസ്, അതൊക്കെ ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷറിന്റെ ബാലൻസ്, ഇതൊക്കെ നമ്മുടെ ബ്ലഡിന്റെ ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം, നമ്മുടെ ല്യൂക്കോസൈറ്റ്സ് അറിയാം. ല്യൂക്കോസൈറ്റ്സിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫൻസ് മെക്കാനിസം ആണ്. ഫാഗോസൈറ്റിക് ആക്ഷൻ ഒക്കെ വരുന്നത്. അതേപോലെ ഇമ്മ്യൂണിറ്റി തരുന്ന ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, മെമ്മറി സെല്ലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ല്യൂക്കോസൈറ്റ്സിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതും നമ്മുടെ ബ്ലഡിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നു. പിന്നെന്താ? അയൺ ബാലൻസ്. അയൺ എവിടെയാ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിനില്. അപ്പോൾ അയൺ ബാലൻസിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്ലഡ് തന്നെയാണ്. ഇത്രയാണ് ഒരു ഓവറോൾ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് എന്നുള്ള പോർഷനിൽ പറയുന്നത്. പിന്നെ വരുന്നത് കമ്പോണൻസ് ഓഫ് ബ്ലഡ്. കമ്പോണൻസ് ഓഫ് ബ്ലഡിൽ ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ലിക്വിഡ് പാർട്ട്, അതായത് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് കളറാണ്, ക്ലിയർ ആയിരിക്കും, യെല്ലോയിഷ് കളറാണ്. യെല്ലോയിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിക്കായിട്ടുള്ള, തിക്ക് എന്നല്ല, നല്ല കണ്ണിക്കുത്തറ മഞ്ഞ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു യെല്ലോയിഷ് കളർ ഒന്നല്ല, ഒരു പെയിൽ കളർ അല്ലെങ്കിൽ ഒരു പെയിൽ സ്ട്രോ കളർഡ് ആയിരിക്കും നമ്മുടെ പ്ലാസ്മയുടെ കളർ എന്ന് പറയുന്നത്. അങ്ങനെ തിക്കായിട്ടുള്ള യെല്ലോ കളർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇക്ടറിക് ആണെന്നാണ്. പ്ലാസ്മ ഇക്ടറിക് ആണെന്നാണ് അർത്ഥം. അല്ല ഒരു മിൽക്കി ആയിട്ടുള്ള ഫോം ആണെച്ചെങ്കിൽ അപ്പോൾ ലിപ്പിഡ്സ് കൂടുതലുള്ള പ്ലാസ്മ ആയിരിക്കും അത്. ഓക്കെ. അപ്പൊ നോർമൽ പ്ലാസ്മയുടെ കളർ എന്ന് പറയുന്നത് ഒരു ക്ലിയർ സ്ട്രോ കളേർഡ്, സ്ട്രോ യെല്ലോ കളേർഡ് ആയിരിക്കും. പിന്നെ പ്ലാസ്മയുടെ കോൺസ്റ്റിറ്റ്യുവൻസ് മെയിൻലി നോക്കുകയാണെങ്കിൽ 91% വരുന്നത് വാട്ടർ ആണ്, 9% മാത്രമാണ് സോളിഡ്സ് ഉള്ളത്. അതിൽ തന്നെ ഈ 9% സോളിഡ്സിൽ 7.5% വരുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പ്ലാസ്മ പ്രോട്ടീൻസ് നമുക്കറിയാലോ അല്ലെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻസ് ഒക്കെയാണ് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് പറയുന്നത്. പിന്നെ വരുന്ന കുറച്ച് പോർഷൻ മാത്രമാണ് നോൺ പ്രോട്ടീൻ ടൈപ്പ് ആയിട്ടുള്ള നൈട്രോജനസ് സബ്സ്റ്റൻസസ് ഒക്കെ ഉള്ളത്. അതായത് നോൺ പ്രോട്ടീൻ നൈട്രോജനസ് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ് ഒക്കെയാണ് വരുന്നത്. പിന്നെ പ്ലാസ്മയിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മളിപ്പോ ഫംഗ്ഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡിന്റെ ഫംഗ്ഷൻ ആണ്. അപ്പോൾ പ്ലാസ്മയിൽ ഈ കമ്പോണൻസ് ഒക്കെ ഉണ്ടാവും. ഹോർമോൺസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടായിരിക്കും, എൻസൈംസ് ഉണ്ടായിരിക്കും, സോൾട്ട് ഉണ്ടായിരിക്കും, ഗ്ലൂക്കോസ്, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ബ്ലഡിൽ കാണാൻ പറ്റും. പിന്നെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്, അതൊക്കെ ബ്ലഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ സെറം ഇവാലുവേഷൻ ചെയ്യണ വഴി ഈ ഓരോരോ കമ്പോണൻസിന്റെയും എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ പ്ലാസ്മ പ്രോട്ടീൻസ് നമ്മൾ പറഞ്ഞു 3 ടൈപ്പാണ്, ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ ആണെന്ന് പറയുന്നത്. ഈ പ്ലാസ്മ പ്രോട്ടീന്റെ ടോട്ടൽ പ്രോട്ടീൻ നോർമൽ റേഞ്ച് ആണ് ഈ 6 to 8 gram per DL എന്ന് പറയുന്നത്. ഇതിൽ കൊടുത്തിട്ടുണ്ട് 6 to 8 gram per DL എന്ന് പറയുന്നത്. പിന്നെ ആൽബുമിന്റെ ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ 4.3 to 5 gram per DL ആണ് വരുന്നത്. ഗ്ലോബുലിൻസ് 2.2 to 2.4ഉം. ഗ്ലോബുലിൻസ് നമുക്കറിയാം ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻസ് ഉണ്ട്. പിന്നെ ഫൈബ്രിനോജൻ വളരെ മൈന്യൂട്ട് എമൗണ്ട് മാത്രമേ ഉള്ളൂ, 0.3 to 0.4% മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് നമ്മുടെ ബ്ലഡിന്റെ വിസ്കോസിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ആരാണ്? പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. അതുപോലെ തന്നെ ആസിഡ് ബേസിനെ ബാലൻസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ ഒരു ബഫർ ആയിട്ടും കൂടി ആക്ട് ചെയ്യുന്നുണ്ട്. അതിനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഓക്കെ. പിന്നെ ഫൈബ്രിനോജന്റെ റോൾ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കൊയാഗുലേഷൻ പാത്വേയിൽ ഒരു മേജർ റോൾ ഉള്ള ആളാണ് ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. ഗ്ലോബുലിൻസ് ആണെങ്കിൽ നമ്മുടെ ഗാമ ഗ്ലോബുലിൻസ്, നമ്മുടെ ആന്റിബോഡീസ് അറിയാം, ഡിഫൻസ് മെക്കാനിസത്തിലാണ് മെയിൻ റോൾ വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ വേറൊരു ടേം പറയുന്നത് റൂളെ ഫോർമേഷൻ. എന്താണ് റൂളെ ഫോർമേഷൻ? റൂളെ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ RBCs അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാക്ക് ഓഫ് കോയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പൈൽ ഓഫ് കോയിൻസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഫിനോമിനൻ ആണ് നമ്മൾ റൂളെ ഫോർമേഷൻ എന്ന് പറയുന്നത്. റൂളെ ഫോർമേഷൻ ആക്ച്വലി നോർമൽ അല്ല, അതൊരു അബ്നോർമൽ കണ്ടീഷൻ ആണ്. നമുക്ക് സെറം പ്രോട്ടീൻസിന്റെ വാല്യൂ ഹൈ ആകുമ്പോൾ, അതേപോലെ തന്നെ അബ്നോർമൽ പ്രോട്ടീൻസിന്റെ പ്രസൻസ് ഉണ്ടാവുമ്പോൾ, സച്ച് ആസ് മൾട്ടിപ്പിൾ മയോമയുടെ ഒക്കെ കേസിൽ നമുക്കറിയാം പ്രോട്ടീൻ ഒക്കെ പ്രസന്റ് ആയി, ആ കേസസിലൊക്കെയാണ് നമുക്ക് റൂളെ ഫോർമേഷൻ കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ, നമ്മള് പെരിഫറൽ വരയ്ക്കുന്ന സമയത്ത് അതിൽ കാണാം നമ്മുടെ സെല്ലിന്റെ ആ ഒരു സ്മിയറിന്റെ ഹെഡ് പോർഷനിൽ അവിടെ തിക്കായിരിക്കുമല്ലോ കൂടുതലും, ആ പോർഷനിൽ നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം കാണാം. അതുകൊണ്ട് നമ്മൾ ഹെഡ് പോർഷൻ എന്തായാലും എസ്റ്റിമേഷന് വേണ്ടിയിട്ടോ, എസ്റ്റിമേഷൻ അല്ല, കൗണ്ടിങ്ങിനൊന്നും വേണ്ടിയിട്ട് എടുക്കാറില്ലല്ലോ. അപ്പൊ റൂളി ഫോർമേഷൻ നമുക്ക് അങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അടുത്ത പറയാൻ, അപ്പൊ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഫോംഡ് എലമെന്റ്സ്, അതായത് നമ്മുടെ സെല്ലുലാർ കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിലായിരിക്കും വരുന്നത് നോക്കാം. അതിൽ ഫസ്റ്റ് ആളാണ് എറിത്രോസൈറ്റ്സ്, നമ്മുടെ RBCs. പിന്നെ എറിത്രോസൈറ്റ്സിന്റെ സൈസ്, ഷേപ്പ്, എത്രയാണ് ഡയമീറ്റർ വരുന്നത്, 6 to 8 എന്ന് പറയുന്നത്, 7.2 ആണ് തോന്നുന്നത് കറക്റ്റ് ആയിട്ട്. ചില ടെക്സ്റ്റിലൊക്കെ പറയുന്നുണ്ട് 7.2 മൈക്രോമീറ്റർ ആണ് ഡയമീറ്റർ എന്ന്.
പിന്നെ അതുപോലെ തന്നെ അതിന്റെ എന്താണ് ഷേപ്പ് ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇപ്പൊ ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നേരിട്ട് നോക്കുന്ന സമയത്ത്, അതായത് ഒരു ഉപരിതലത്തിൽ നോക്കുകയാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂ. അപ്പൊ അതിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡംബൽ ഷേപ്പ് കാണാൻ പറ്റും. അതിന് കാരണം എന്താ, അതിനൊരു സെൻട്രൽ പാരൽ, അതായത് സെൻട്രൽ ഒരു ഇമാജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിപ്രഷൻ പോലെ സ്ഥലമുണ്ട്. അതന്നെ നമ്മള് സെൻട്രൽ പാരലൽ എന്ന് പറയും. RBCസിന്റെ സൈസിന്റെ 1/3 ഈ സെൻട്രൽ പാരലൽ കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സെൻട്രൽ ഡിപ്രഷൻ കാരണം നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ എന്താണ് ഡംബൽ ഷേപ്പിലാണ് RBCs കാണുന്നത്. പിന്നെന്താ, നോർമൽ RBCസിനെ നോമോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നോർമൽ RBCസിനെ എന്താ പറയാ, അതായത് സൈസിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ അതിനെ നമ്മൾ അനൈസോസൈറ്റോസിസ് എന്ന് പറയും. അതിൽ മൈക്രോസൈറ്റിക്കും ഉണ്ടാകും മാക്രോസൈറ്റിക്കും ഉണ്ടാവും. അതേപോലെ തന്നെ ഷേപ്പിൽ എന്തെങ്കിലും വേരിയേഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിനെ പോയിക്ലോസൈറ്റോസിസ് എന്ന് പറയാം. അതിൽ വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഡാക്രോസൈറ്റ്സ്, അങ്ങനെ ടാർഗറ്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുമായിരിക്കും. ഓക്കെ. അപ്പം ഇനി RBCയുടെ സൈറ്റോപ്ലാസം നോക്കുകയാണെങ്കിൽ RBCയുടെ ഒരു സ്പോഞ്ച് ലൈക്ക് സ്ട്രോമയാണ് ഉണ്ടാവുക. അതിലാണ് നമ്മുടെ മെയിൻ റെസ്പിറേറ്ററി പിഗ്മെന്റ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ RBCയുടെ ഒരു 60% എന്താണ് വാട്ടർ ആണുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ ഒരു 35% ആണ് HP ഉള്ളത്. ആൻഡ് ബാക്കിയുള്ള കമ്പോണൻസ് ഒക്കെ വരുന്നത് ബാക്കിയുള്ള ഒരു കുഞ്ഞു പോർഷൻ മാത്രമാണ്. പിന്നെ അതായത് ബാക്കിയുള്ള കമ്പോണൻസ് പറയുമ്പോൾ ലിക്വിഡ്സ് ഉണ്ടായിരിക്കാം, സോൾട്സ് ഉണ്ടായിരിക്കാം, എൻസൈംസ് ഉണ്ടായിരിക്കാം, ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആന്റിജൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയൊക്കെ. പിന്നെ മേജർ ഇൻട്രാ സെല്ലുലാർ സോൾട്ട് അല്ലെങ്കിൽ കാറ്റയോൺസ് എന്ന് പറയുന്നത് എന്താണ്, പൊട്ടാസ്യം ആണ് നമ്മുടെ മേജർ ഇൻട്രാ സെല്ലുലാർ കാറ്റയോൺ എന്ന് പറയുന്നത്. പിന്നെ എന്താ, RBCസിന്റെ നോർമൽ വാല്യൂ ഒക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ സെൽസിന്റെയും നോർമൽ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ RBCസിന്റെ നോർമൽ വാല്യൂ 4.5 to 5.5 മില്യൺസ് പെർ mm³ ഓഫ് ബ്ലഡ് ആണ്. പിന്നെ അതിന്റെ ലൈഫ് സ്പാനും അതേപോലെ തന്നെ സൈസും ഷേപ്പും ഒക്കെ പറയുന്ന പോലെ ലൈഫ് സ്പാനും നോർമൽ വാല്യൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. 120 days ആണ് RBCസിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 3 months കഴിഞ്ഞിട്ടാണ് നമുക്ക് വീണ്ടും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് കാരണം എന്താ, നമ്മുടെ RBC ഉണ്ടായിട്ട് മെച്ചുർ ആയി വരാനുള്ള ഒരു പീരീഡ് ആണ് 120 days എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മെച്ചുറേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇമ്മച്ചുർ RBCs നമ്മൾ വീണ്ടും ഡൊണേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ നമുക്ക് ഉപകാരമില്ല, കിട്ടുന്ന പേഷ്യന്റിനും അതൊരു ഉപകാരമില്ല. അപ്പൊ അതാണ് 120 ഡേയ്സിന്റെ കണക്ക്. പിന്നെന്താ, നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻലി റോമനോസ്കി സ്റ്റെയിൻസ് ആണ് മെറ്റോളജിക്കൽ എക്സാമിനേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് ലീഷ്മാൻ സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. ലീഷ്മാൻ സ്റ്റെയിനിന്റെ അണ്ടറിൽ RBCസിന് ഒരു പിങ്ക് കളറാണ് ഉണ്ടാവുക. പിന്നെ അടുത്ത പാരഗ്രാഫ് ഇന്റേണൽ കോമ്പോസിഷനെ കുറിച്ച് പറയാം. RBCയുടെ ഇന്റേണൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 0.85% സോഡിയം ക്ലോറൈഡിനോട് ഈക്വലന്റ് ആണെന്ന് പറയുന്നത്. അതായത് 0.85% NaCl ഇട്ട് കഴിഞ്ഞാൽ RBCസിന് ഒന്നും പറ്റില്ല, ഇൻടാക്ട് ആയിട്ട് നിൽക്കും. നമ്മളിപ്പോ വെള്ളത്തിലെടുത്ത് RBC ഇട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അത് ലൈസായി പോകും. അപ്പൊ അങ്ങനെയല്ല, എന്താണ് ഇൻടാക്ട് ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ 0.85% സൊല്യൂഷനെ നോർമൽ സലൈൻ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സലൈൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ RBCസിന്റെ വാഷിങ്ങിന് അതേപോലെ സെൽ സസ്പെൻഷൻ ഉണ്ടാക്കാനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്, നോർമൽ സലൈൻ ആണ്. അതിന്റെ കാരണം ഇതാണ്, ഇന്റേണൽ കോമ്പോസിഷൻ ഓഫ് RBCസുമായിട്ട് ഈക്വലന്റ് ആയിട്ടുള്ളതാണ് ഈ 0.85% NaCl സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി ഹൈപ്പർ ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക RBCസിന്, ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്താ ഹൈലി കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പൊ എന്താവും, വാട്ടർ പുറത്തേക്ക് പോകും, എന്നിട്ട് സെല്ല് ഷ്രിങ്ക് ആവാൻ തുടങ്ങും. ഓക്കെ. ഇനി ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിലാണെച്ചെങ്കിലോ, അപ്പൊ ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞാൽ അവിടെ സൊല്യൂട്ട്സ് കുറവും വാട്ടർ കൂടുതലുമാണ്. അപ്പൊ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വാട്ടറിനൊക്കെ RBC വലിച്ചെടുത്തിട്ട് അത് അബ്സോർബ് ചെയ്തിട്ട് അതിങ്ങനെ സ്വെല്ലായിട്ട് ബലൂണിങ് എഫക്ട് കാരണം അതൊന്ന് ബ്രേക്ക് ആയി പോകും. അതാണ് ഹീമോലൈസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ RBCക്ക് ഉണ്ടാകുന്ന ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ OFT ചെയ്യുന്നത്, ഓസ്മോട്ടിക് ഫ്രജാലിറ്റി ടെസ്റ്റ്. അത് നമ്മൾ മെയിൻ ആയിട്ടും സിക്കിൾ സെൽ അനീമിയയുടെ കേസിലാണ് തോന്നുന്നു OFT ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത് എർത്രോസൈറ്റ്സിന്റെ കാര്യത്തിൽ. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസ്, ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയും. ല്യൂക്കോസൈറ്റ്സിന്റെ അതേപോലെ തന്നെ നോർമൽ റേഞ്ച് പറയുന്നുണ്ട്, അതിന്റെ ലൈഫ് സ്പാൻ പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 5000 to 11,000 per mm³ ആണ് നമ്മുടെ നോർമൽ വാല്യൂ ഓഫ് WBCs എന്ന് പറയുന്നത്. അതേപോലെ 21 days ആണ് അതിന് സർവൈവ് ചെയ്യാൻ പറ്റിയ ബ്ലഡ് സ്ട്രീമിൽ. പിന്നെ ല്യൂക്കോസൈറ്റ്സിന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടും ലീഷ്മാൻ സ്റ്റെയിനിനെയാണ് നമ്മൾ ചെയ്യുന്നത് കോമൺലി. പിന്നെ ല്യൂക്കോസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് അഗ്രാനുലോസൈറ്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് സൈറ്റോപ്ലാസത്തിൽ ഗ്രാനോസ് പ്രസന്റ് ആണോ അല്ലെന്നനുസരിച്ചിട്ട്. ഗ്രാനോസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അവിടെ ഗ്രാനോസ് ഉണ്ടായിരിക്കും. ഈ ഗ്രാനോസ് ഉള്ളത് മാത്രമല്ല, അതേപോലെ തന്നെ അവർക്ക്
ന്യൂക്ലിയസ് ലോബുലേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ചിലതിന് 2 ലോബ്, ചിലതിന് 5 ലോബ്. അപ്പൊ അങ്ങനെ പല പല ലോബ്സ് വരുന്നതുകൊണ്ട് തന്നെ ചില ചില ഡിഫറൻസ് ഉണ്ടായിരിക്കും അതിന്റെ സ്ട്രക്ചറിൽ. അതുകൊണ്ടാണ് അതിനെ പോളിമോർഫോ ന്യൂക്ലിയർ സെൽസ് എന്നും കൂടി വിളിക്കുന്നത്. പിന്നെ ഗ്രാനുലോസൈറ്റ്സിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ, ന്യൂട്രോഫിൽസിന്റെ സൈസ് എത്രയാണ്, 10 to 12 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ 2 to 5 ലോബ്സ് ആണ് പറയുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക, അതൊക്കെ ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ന്യൂട്രോഫിൽസിനെ എങ്ങനെയാണ് സ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത്, അതായത് സൈറ്റോപ്ലാസത്തിൽ എന്ത് സ്റ്റെയിനാ വരുന്നത്, അതേപോലെ ന്യൂക്ലിയസിന് എന്ത് സ്റ്റെയിനാ വരുന്നത് എന്നുള്ളത്. സൈറ്റോപ്ലാസത്തിൽ നമുക്ക് ഫൈൻ വയലറ്റ് കളേർഡ് ഗ്രാനുൾസിനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീപ്പ് പർപ്പിൾ കളേർഡ് ആയിരിക്കും ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മേജർ പോർഷൻ ഓഫ് WBCs എന്ന് പറയുന്നത് ന്യൂട്രോഫിൽസ് ആണ്. അതായത് 40 to 60% WBCs ന്യൂട്രോഫിൽസ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് അടുത്ത ഗ്രാനുലോസൈറ്റ് യൂസിനോഫിൽ. ഇതിന്റെ ഓരോരുത്തരുടെ പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ കളർ ഇല്ല, എന്നാലും ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇതിൽ എഴുതിയിട്ടുണ്ട് കളേഴ്സ് ഒക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ന്യൂട്രോഫിൽസ് അതിനൊരു പെയിൽ പിങ്ക് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, ഫൈൻ ആയിട്ടുള്ള വയലറ്റ് കളേർഡ് ഗ്രാനുൾസ് ഉണ്ടായിരിക്കും. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ലോബുലേറ്റഡ് ആണ്, മൾട്ടി ലോബുലേറ്റഡ് ആണ്. ഇതിലിപ്പോ 3 ലോബ്യൂൾസ് കാണിച്ചിട്ടുള്ള 2 to 5 ലോബ്യൂൾസ് വരെ ഉണ്ടാവാം. ഡീപ്പ് പർപ്പിൾ കളർ ആയിരിക്കും. പിന്നെ വരുന്നത് യോസിനോഫിൽ എന്ന് പറയുന്നത് ഏകദേശം 10 to 15 മൈക്രോമീറ്റർ ആണ് അതിന്റെ സൈസ്. യോസിനോഫിൽ യൂഷ്വലി ബൈലോബുലേറ്റഡ് ആണ്, ബൈലോബ്ഡ് ആണ്, അതായത് 2 ലോബ്യൂൾസ് ആണ് ഉണ്ടാവുക. അതിലത് നമുക്ക് ഒരു സ്പെക്ടക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഷേപ്പ് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതന്നെ, അതാണ് നമ്മുടെ ഇയോസിനോഫിൽസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ വരുന്ന ഗ്രാനുൾസ്, ഇതിൽ ഓരോ സെല്ലിന്റെ ഗ്രാനുൾസിന്റെ കളർ, അതിന്റെ പ്രത്യേകതകൾ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇയോസിനോഫിലിന്റെ ഗ്രാനുൾസ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് റെഡ് കളേർഡ് ആയിട്ടുള്ള ഗ്രാനുൾസ് ആയിരിക്കും. റെഡ് ടു പിങ്ക് അങ്ങനെ എന്തെങ്കിലും, അങ്ങനെയൊക്കെ പറയാൻ പറ്റും അതിന്റെ കളർ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഷേപ്പ്, ന്യൂക്ലിയസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെക്ടക്കൽ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഷേപ്പ് ആണെന്നുള്ളത്. പിന്നെ ഡീപ്പ് പർപ്പിൾ കളേർഡ് ആയിരിക്കും സ്റ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ 2 to 8% ആണ് ടോട്ടൽ WBCയിൽ ഇയോസിനോഫിൽസിന്റെ ഒരു എന്താ റിലേറ്റീവ് നമ്പർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന ഗ്രാനുലോസൈറ്റ് ആണ് ബേസോഫിൽ. ബേസോഫിൽ വളരെ കുറച്ച് എമൗണ്ടിൽ കാണും, ഒരു 0 to 1%. ചിലപ്പോൾ DSC നോക്കുമ്പോൾ ഒരു ബേസോഫിലിനെയും കാണില്ല, ചിലപ്പോൾ ഒരു ബേസോഫിലിനെയും കാണാം, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ബേസോഫിലിന്റെ ഒരു വാല്യൂ വരുന്നത്. 10 to 12 മൈക്രോമീറ്റർ ആണ് സൈസ്. അതേപോലെ തന്നെ ഇതിന്റെ ഗ്രാനുവൽസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഡെൻസ് ആൻഡ് ഡാർക്ക് ബ്ലൂ ടു ബ്ലാക്കിഷ് കളർ ആയിട്ടുള്ള ഒരു ഗ്രാനുവൽസ് ആയിരിക്കും. അതതിന്റെ ന്യൂക്ലിയസിനെ ഇങ്ങനെ മാസ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിലിപ്പോ കണ്ടോ, നമുക്ക് ന്യൂക്ലിയസും ഗ്രാനുവൽസും കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ മാസ്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. പിന്നെ ബേസോഫിലിന്റെയും ന്യൂക്ലിയസ് യൂഷ്വലി ബൈലോബ്ഡ് ആണെന്നാണ് പറയാറുള്ളത്. അത് ഒരു എസ് ഷേപ്ഡ് ന്യൂക്ലിയസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് ഗ്രാനുലോസൈറ്റ്സ് വരുന്നത്. പിന്നെ വരുന്ന ഗ്രാനുലോസൈറ്റ്സിൽ മെയിൻ ആയിട്ട് വരുന്ന ആളാണ് ലിംഫോസൈറ്റ്സിൽ നമുക്കറിയാം സ്മോൾ ലിംഫോസൈറ്റും ഉണ്ട്, ലാർജ് ലിംഫോസൈറ്റ്സും ഉണ്ട്. സ്മോൾ ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു RBCയുടെ ഷേപ്പ് സൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ, ഒരു 6 to 8 മൈക്രോമീറ്റർ ഒക്കെ സൈസ് ഉണ്ടാവുള്ളൂ. ലാർജ് ലിംഫോസൈറ്റ് ആണെങ്കിൽ 10 to 12 മൈക്രോമീറ്റർ വരെയൊക്കെ സൈസ് ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതിന്റെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പോർഷൻ ഉണ്ടാവുക, അതായത് ഇത് ന്യൂക്ലിയസ് ഒരു വലിയ പോർഷൻ, 3/4 ഓഫ് ദ സെല്ലും ന്യൂക്ലിയസ് കവർ ചെയ്തിട്ടാവും ഉണ്ടാവുക. ഡീപ്പ് പർപ്പിൾ സ്റ്റെയിൻഡ് ആയിട്ട് ഒരു സ്ലൈറ്റ് ഇൻഡന്റേഷനോട് കൂടിയിട്ട് ഒരു വലിയ ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക ലിംഫോസൈറ്റ്സിന്. അപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പോർഷൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് സൈറ്റോപ്ലാസം എന്താണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറിലാണ് സ്റ്റെയിൻ ചെയ്യുന്നത്. ന്യൂക്ലിയസ് ആണെങ്കിൽ ഡീപ്പ് പർപ്പിൾ കളറിലും സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് 20 to 40. ഇപ്പൊ എന്താ WBCസിൽ ഏറ്റവും കൂടുതലുള്ളത് പറഞ്ഞാൽ ന്യൂട്രോഫിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ലിംഫോസൈറ്റ്സ് ആണ്. ലിംഫോസൈറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഇയോസിനോഫിൽ, പിന്നെ മോണോസൈറ്റ് ആൻഡ് പിന്നെ ബേസോഫിൽ. അങ്ങനെയാണ് ഒരു DSC നോക്കുകയാണെങ്കിൽ കൂടുതലുള്ളത് കുറവുള്ളത് അങ്ങനെ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ആളാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. മോണോസൈറ്റ് ആണ് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള WBC എന്ന് പറയുന്നത്. ഏറ്റവും ലാർജസ്റ്റ് WBC ആണ് മോണോസൈറ്റ്. 15 to 20 മൈക്രോമീറ്റർ ആണ് അതിന്റെ സൈസ്. അതേപോലെ തന്നെ ഇതിന്റെ ന്യൂക്ലിയസ് ഒരു കിഡ്നി ബീൻ ഷേപ്ഡ് ആയിരിക്കും, കോഷു ഷേപ്ഡ് അല്ലെങ്കിൽ കിഡ്നി ബീൻ ഷേപ്ഡ് എന്നൊക്കെ പറയാം. പിന്നെ വാക്യൂൾസ് പ്രസന്റ് ആയിരിക്കും ന്യൂക്ലിയസിൽ. അതേപോലെ സൈറ്റോപ്ലാസത്തിന് ഒരു ഗ്രേ ബ്ലൂ അപ്പിയറൻസ് ആയിരിക്കും, ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് എന്നൊക്കെ പറയാം. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഗ്രേ ബ്ലൂ അപ്പിയറൻസ് ആയിരിക്കും മോണോസൈറ്റ്സിന്റെ സൈറ്റോപ്ലാസത്തിന് ഉണ്ടായിരിക്കാം. അതിന്റെ റിലേറ്റീവ് റേഷ്യോ പറഞ്ഞാൽ 1 to 6% ആണ് ഉണ്ടാവുക. പിന്നെ ഈ
ല്യൂക്കോസൈറ്റ്സിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ല്യൂക്കോസൈറ്റ് മെയിൻ ആയിട്ടും നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതായത് എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ് എൻട്രി ചെയ്യുമ്പോൾ അതിന്, അതായത് നമ്മുടെ ബോഡിക്ക് എൻട്രി ചെയ്യുന്ന എന്ത് സാധനം ആന്റിജൻസ് ആണ്. ആ സാധനങ്ങളേക്ക് ഫാഗോസൈറ്റോസിസ് ചെയ്യുക, അതേപോലെ തന്നെ ബേസോഫിലൊക്കെ ഹെപ്പാരിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെ ലിംഫോസൈറ്റ്സിൽ നമ്മൾ പറഞ്ഞു ഗ്ലോബുലിൻസ്, ഗാമ ഗ്ലോബുലിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ, ലിംഫോസൈറ്റ് ആണ്. പ്ലാസ്മ സെൽസും മെമ്മറി സെൽസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു, ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ല്യൂക്കോസൈറ്റ്സുമായിട്ടാണ്. ല്യൂക്കോസൈറ്റ് ആണ് ഡിഫൻസ് മെക്കാനിസത്തിൽ ഒരു മേജർ റോൾ ഉള്ള ആളെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് വെച്ചിട്ടാണ് WBCസിനെ അസസ് ചെയ്യുന്നത്. അതായത് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് WBC ഇൻ 100 WBC. അതായത് ഒരു സ്മീർ എടുത്ത് കഴിഞ്ഞാൽ 100 WBC കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഓരോരോ ടൈപ്പ് ഓഫ് WBCസും ഉണ്ട് എന്നുള്ള ആ ഒരു ഡിഫറൻഷിയേഷൻ, അതിന്റെ ഒരു പെർസെൻറ്റേജിലുള്ള എക്സ്പ്രഷൻ, അതാണ് DLC എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് നമ്മുടെ ഫോമിഡ് എലമെന്റ്സിലത്തെ ആളാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്ന് പറയുന്നത്. ത്രോംബോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ത്രോംബോസൈറ്റ്സ് നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്മോൾ ആയിട്ട് വളരെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു RBCയുടെ ഒക്കെ ഒരു 1/3 ഒക്കെ അതിന്റെ സൈസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കാണുന്ന ഒരു പാർട്ടിക്കിൾസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 to 5 days മാത്രമാണ് ഉള്ളത്. പിന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും പ്ലേറ്റ്ലെറ്റിന്റെ ലൈഫ് സ്പാൻ ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെന്താ, ലിഷ്മാൻ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേർപ്പിൾ കളർഡ്, ഡീപ് ബ്ലൂ ടു പേർപ്പിൾ കളർഡ് ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ പ്ലേറ്റ്ലെറ്റിന്റെ ഒരു മേജർ പ്രോപ്പർട്ടിയാണ് ക്ലംപി എന്നാൽ ഒരു ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കാൻ, അഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ മെയിൻ റോൾ എന്താണെന്നുള്ളത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്തിട്ട് അവിടെ ക്ലോട്ട് ഫോം ചെയ്യുക, അതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത്. ഒരു ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സ് ഡിസഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനൊക്കെ റിലീസ് ചെയ്തിട്ട് ആ ബ്ലഡിന്റെ കൊയാഗുലേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. താഴെ നമ്മുടെ ബ്ലഡ് കൊയാഗുലേഷന്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പ്ലേറ്റ്ലെറ്റ്സ് വന്നിട്ട് ഇതിന്റെ മാർജിനിൽ അഡ്ഹർ ചെയ്തിട്ട് ആ വൂണ്ടിന്റെ ബ്ലീഡിങ്ങിനെ പ്രിവെന്റ് ചെയ്ത് നിർത്താൻ ചെയ്യുന്നത്, ക്ലോട്ട് ഫോം ചെയ്തിട്ട്. അപ്പൊ അതാണ് പ്ലേറ്റ്ലെറ്റിന്റെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ബ്ലഡ് കൊയാഗുലേഷനെ കുറിച്ചാണ്. ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഫോമിലുള്ള സബ്സ്റ്റൻസ് ആണ്. അതിനെ ഒരു സെമി സോളിഡ് ആയിട്ടുള്ള ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ആക്കിയിട്ട് മാറ്റാണ്. അതിനെയാണ് ആ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ നമ്മൾ ക്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോസസ്സിനെ നമ്മൾ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നു. അപ്പൊ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, കുറെ സീരീസ് ഓഫ് സ്റ്റെപ്സ് നടന്നിട്ടാണ് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. നമുക്ക് 13 കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഫാക്ടർ 1 ഏതാ, ഫാക്ടർ 2 ഏതാ, ഫാക്ടർ 3 ഏതാ, അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ 1ഉം ഫാക്ടർ 4ഉം ഫാക്ടർ 13 ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിട്ടുള്ളത്. എന്നാലും നമുക്ക് എല്ലാതും അറിഞ്ഞിരിക്കണം. പിന്നെന്താ, ഈ കൊയാഗുലേഷൻ നടക്കുമ്പോൾ ഈ റെഡ് സെൽസും വൈറ്റ് സെൽസ് ഒക്കെ പോയിട്ട് ആ കൊയാഗുലേറ്റ് ചെയ്തിട്ടുള്ള മെഷിൽ പോയി കോട്ടപ്പ് ചെയ്ത് നിൽക്കുന്നത് പറയുന്നുണ്ട് ഇവിടെ. അപ്പൊ കൊയാഗുലേഷന്റെ സ്റ്റെപ്സിനെ ജസ്റ്റ് ഒന്ന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഫോംസിൽ 2-3 സെന്റൻസിൽ എഴുതിയിരിക്കുകയാണ് ഇവിടെ. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോത്രോമിൻ, നമ്മുടെ സർക്കുലേഷനിൽ പ്രസന്റ് ആയിട്ടുള്ള ഇനാക്റ്റീവ് പ്രോത്രോമിനെ നമ്മുടെ ഫാക്ടർ 3 ആൻഡ് ഫാക്ടർ 4 ആരൊക്കെയാണ്, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും അതേപോലെ തന്നെ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യം, ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിനും കാൽഷ്യം ചേർന്നിട്ട് എന്താക്കും, ആ ഇനാക്റ്റീവ് പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ത്രോംബിൻ, ഈ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിൻ നമ്മുടെ സോല്യൂബിൾ ഫോം ആയിട്ടുള്ള ഫൈബ്രിനോജനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു ഫൈബ്രിൻ ആക്കിയിട്ട് മാറ്റും. ഈ ഇൻസോല്യൂബിൾ ഫൈബ്രിൻ നമ്മൾ ഫൈബ്രിൻ ത്രെഡ്സ് അല്ലെങ്കിൽ ക്ലോട്ട് എന്ന് പറയുന്നത്. ക്ലോട്ട് എന്നല്ല, ഫൈബ്രിൻ ത്രെഡ്സ്. ആ ത്രെഡിൽ പോയിട്ട് ഈ റെഡ് സെൽസും വൈറ്റ് സെൽസ് ഒക്കെ ഉണ്ടാകുന്ന ഇതൊരു മെഷ് പോലെ ആയിട്ടാണ് നമുക്ക് അവിടെ ക്ലോട്ട്, ബ്ലഡ് ക്ലോട്ട് നമുക്ക് ഒരു വൂണ്ടിന്റെ സ്ഥലത്ത് കാണാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സെറം ആൻഡ് പ്ലാസ്മ. എന്താണ് സെറം പ്ലാസ്മയും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ഇപ്പൊ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, എന്താ ഈ സെറത്തിൽ എന്തൊക്കെയാണുള്ളത്, പ്ലാസ്മയിൽ എന്തൊക്കെയാണുള്ളത്, ആരാണ് ഉള്ളത് ഇല്ലാത്തത്. അതായത് ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണന്റ്, ആബ്സെൻസ് ആൻഡ് പ്രസൻസ് ഓഫ് ഫൈബ്രിനോജൻ ആണ് ഈ സെറത്തിനെ പ്ലാസ്മയെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സെറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ബ്ലഡ് എടുത്തിട്ട് അത് കൊയാഗുലേഷൻ നടന്നതിന് ശേഷം, ബ്ലഡ് ക്ലോട്ട് ചെയ്തതിനു ശേഷം കിട്ടുന്ന കമ്പോണന്റ് ആണ് സെറം. അപ്പൊ ഇവിടെ ക്ലോട്ടിങ്ങിന് വേണ്ടി ഫൈബ്രിനോജൻ യൂസ്ഡ് അപ്പ് ആയി. ആ
അപ്പൊ ഒരിക്കലും നമുക്ക് അതിൽ പിന്നെ ഫൈബ്രിനോജൻ ലെഫ്റ്റ് ഓവർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന പ്രോഡക്റ്റ് ആണ് സെറം എന്ന് പറയുന്നത്. ഇനി ആ കൊയാഗുലേഷൻ നടക്കാത്തതാണ് വെച്ചെങ്കിൽ, അതായത് ആന്റികോയാഗുലേറ്റഡ് ബ്ലഡ് ആണ് കൊയാഗുലേഷൻ നടക്കില്ലല്ലോ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലൂയിഡ് പോർഷനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. അതാണ് സെറം പ്ലാസ്മ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് ആന്റികോയാഗുലൻസ്. ആന്റികോയാഗുലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ. കൊയാഗുലേഷൻ ഇപ്പൊ നമ്മൾ ബോഡി കൂടെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവില്ല, പക്ഷെ ബ്ലഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും അത് ഡെഫിനറ്റ്ലി ക്ലോട്ട് ആവും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ആന്റികോയാഗുലൻസ് പറയുന്നത്. അപ്പൊ അതിൽ നാച്ചുറൽ ആന്റികോയാഗുലൻസ് ഉണ്ട്, അത് അതിന്റെ നേച്ചറിനെ ബേസ് ചെയ്തിട്ട് നാച്ചുറൽ ആന്റികോയാഗുലൻസും ആർട്ടിഫിഷ്യൽ ആന്റികോയാഗുലൻസ് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നാച്ചുറൽ ആന്റികോയാഗുലൻസിന് എക്സാമ്പിൾ ആണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ നമ്മുടെ ബോഡിയിലും ഒരു സ്മോളർ എമൗണ്ട്സിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വരുന്നത് ആർട്ടിഫിഷ്യൽ ആന്റികോയാഗുലൻസ്. അത് നമുക്ക് അറിയാം, കുറെ ആന്റികോയാഗുലൻസ് നമുക്കറിയാം, ഇ സോഡിയം സിട്രേറ്റ്, ഓക്സലേറ്റ്സ്, അങ്ങനെ കുറെ സംഭവങ്ങൾ നമുക്കറിയാം. പിന്നെ വരുന്നത് കൊയാഗുലൻസ് എങ്ങനെ, ഏത് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്, അതായത് ഡ്രൈ ഫോം ആണോ വെറ്റ് ഫോം ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഡ്രൈ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൗഡർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആന്റികോയാഗുലൻസ്. EDTA ഒക്കെ നമ്മൾ പൗഡർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അത് ഡ്രൈ ആന്റികോയാഗുലൻസ്. വെറ്റ് ആന്റികോയാഗുലൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് ഫോമിൽ യൂസ് ചെയ്യുന്നത് സോഡിയം സിട്രേറ്റ്, അതുപോലെ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ACD സൊല്യൂഷൻ ഒക്കെ ലിക്വിഡ് ഫോമിലാണ്. അപ്പൊ അതിനാണ് ഡ്രൈ ആന്റികോയാഗുലൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് റുട്ടീൻലി യൂസ്ഡ് ആന്റികോയാഗുലൻസ്, സ്പെഷ്യൽ പർപ്പസ് ആന്റികോയാഗുലൻസ്. റുട്ടീൻലി യൂസ്ഡ് ആന്റികോയാഗുലൻസ് നമുക്കറിയാം, EDTA യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഫ്ലൂറൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കറിയാം. സ്പെഷ്യൽ പർപ്പസിൽ മെയിനായിട്ടും ഇപ്പം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, ACD സൊല്യൂഷൻ ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ ഗ്ലൂക്കോസ് മാത്രം ബ്ലഡ് ഷുഗറിന് മാത്രം എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൂറൈഡ് ഓക്സൈഡ് മിക്സ്ഡ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ സ്പെഷ്യൽ പർപ്പസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഓരോ ആന്റികോയാഗുലൻസിനെ കുറിച്ചിട്ടും ഇവിടെ എടുത്തിട്ട് പറയുന്നുണ്ട്. ലോങ് ആയി പോകുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഓരോ ആന്റികോയാഗുലൻസിനെ കുറിച്ചും ഇവിടെ പറയുന്നുണ്ട്. EDTA, എത്തിലീൻ ഡയമൈൻ ടെട്രാസെറ്റിക് ആസിഡ്, അതിന്റെ ഫുൾ ഫോം ഒക്കെ നമുക്ക് എന്തായാലും അറിയാം. ഇതൊക്കെ ട്രിക്കിയാണ് കേട്ടോ. നമുക്ക് എത്തിലീൻ ഡയമൈൻ ടെട്രാസെറ്റിക് ആസിഡ് അറിയാമെങ്കിലും ഓപ്ഷൻസിൽ ഒരു 4 ഓപ്ഷനിൽ ഡയമൈൻ ട്രൈ അസെറ്റിക് ആസിഡ്, അങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. ഈ ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ, അപ്പം +2 ലെവലിലുള്ള എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർത്ത് നിൽക്കുക എന്താണ് ഫുൾ ഫോം EDTA എന്നുള്ളത്. പിന്നെന്താ, കൊയാഗുലേഷൻ മെക്കാനിസം എങ്ങനെയാണെന്നുള്ളത്. EDTA എങ്ങനെ കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നത്? കാൽഷ്യം കീലേഷൻ വഴിയാണ്. കാൽഷ്യം കീലേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ കൊയാഗുലേഷൻ പാത്വേയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണല്ലോ കാൽഷ്യം. ആ കാൽഷ്യത്തിനെ അങ്ങ് ബൈൻഡ് ചെയ്യിക്കും. അപ്പൊ അങ്ങനെ ബൈൻഡ് ചെയ്തിട്ട് കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യും. എന്താ, ഒരു നോൺ അയണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊല്യൂബിൾ കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് കൊയാഗുലേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കാൽഷ്യത്തിന്, അത് കാരണം അവിടെ കൊയാഗുലേഷൻ നടക്കില്ല. അങ്ങനെ കാൽഷ്യം കീലേഷൻ നമ്മുടെ മെക്കാനിസം വഴിയാണ് EDTA കൊയാഗുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ 2 mg/ml ഓഫ് ബ്ലഡ് ആണ്. പിന്നെ EDTA നമ്മുടെ ഹെമറ്റോളജിക്കൽ സ്റ്റഡീസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അത് സെൽ മോർഫോളജിനെ കറക്റ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ ക്ലംപിങ്ങിനെയും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതാണ് EDTAയുടെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ പറയുന്നത്. മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഒരു കാര്യം പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് EDTA ആണ് ഫോർ ദി പർപ്പസ് ഓഫ് ഹെമറ്റോളജിക്കൽ സ്റ്റഡീസ്. പിന്നെ വരുന്നത് ഓക്സലേറ്റ്സ്. ഓക്സലേറ്റ്സിന്റെ കാര്യം നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ഓക്സലേറ്റ്സും കാൽഷ്യം കീലേഷൻ മെക്കാനിസം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ പൊട്ടാസ്യം ഓക്സലേറ്റും അമോണിയം ഓക്സലേറ്റും ഉണ്ട്. ഇത് രണ്ടിനും ഓരോരോ ചെറിയ പ്രശ്നമുണ്ട്. പൊട്ടാസ്യം ഓക്സലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സെല്ലിന്റെ ഷ്രിങ്കേജ് കോസ് ചെയ്യുന്നുണ്ട്. അമോണിയം ഓക്സലേറ്റ് ആണെങ്കിലോ RBCയുടെ സ്വെല്ലിംഗ് ആണ് കോസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഡബിൾ ഓക്സലേറ്റ് എന്നുള്ള ഒരു ആന്റികോയാഗുലന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതാവുമ്പോൾ എന്താ, ഈ രണ്ട് എഫക്റ്റിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് കളയാണ് അവിടെ ചെയ്യുന്നത്. ഒരു 3:2 റേഷ്യോയിലാണ് ഡബിൾ ഓക്സലേറ്റ് മിക്സ്ചറിൽ അമോണിയം ഓക്സലേറ്റ് ആൻഡ് പൊട്ടാസ്യം ഓക്സലേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് എന്താ HB എസ്റ്റിമേഷന് വേണ്ടിയിട്ട് PCB, ESR, മോർഫോളജിക്കൽ സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് പൊട്ടാസ്യം ഓക്സലേറ്റ് അല്ലെങ്കിൽ അമോണിയം ഓക്സലേറ്റ് ഒറ്റയ്ക്ക് എടുക്കാമെങ്കിൽ നമുക്ക് ഇതൊന്നും ESRും PCB ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് കാരണം. പിന്നെ ഇതെല്ലാം എടുക്കുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 2 mg/ml ഓഫ് ബ്ലഡ് ആണ്.
പിന്നെ വരുന്ന ആളാണ് സിട്രേറ്റ്. സിട്രേറ്റ് എന്താണ്? സിട്രേറ്റ് എന്താ ചെയ്യുന്നത്? കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം സിട്രേറ്റ് ഫോം ചെയ്യുന്നത് നോൺ അണൈസ്ഡ് ആയിട്ടുള്ള ഒരു സോൾയുബിൾ കോംപ്ലക്സ് ആണ്. അപ്പൊ ഇതെല്ലാവരും ചെയ്യുന്നത് കാൽഷ്യം ഡിലേഷൻ എന്നുള്ള പ്രോപ്പർട്ടീനാണ്. പിന്നെ സിട്രേറ്റിന്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു, വെറ്റ് ആന്റികോയാഗുലന്റ് ആണ്. വെറ്റ് ആന്റികോയാഗുലന്റ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡയലൂഷൻ നടക്കും, ബ്ലഡിന്റെ ഡയലൂഷൻ നടക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെൽ കൗണ്ട് അല്ലെങ്കിൽ HB എസ്റ്റിമേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി സിട്രേറ്റിന്റെ ആന്റികോയാഗുലൻസ് നമ്മൾ കോമൺലി നമുക്ക് അറിയുന്നതാണ് ട്രൈസോഡിയം സിട്രേറ്റ്. ട്രൈസോഡിയം സിട്രേറ്റ് 3.8% ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ESR ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ 1:4 റേഷ്യോയിലും കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണെങ്കിൽ 1:9 റേഷ്യോയിലാണ് യൂസ് ചെയ്യുന്നത്. 1:4 ആകുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് കളേർഡ് ക്യാപ്പുള്ള ട്യൂബ്സ് കിട്ടും ESR മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട്. കൊയാഗുലേഷൻ സ്റ്റഡീസിനാണെങ്കിൽ ലൈറ്റ് സ്കൈ ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ഒരു ക്യാപ്പുള്ള അതാണ് 1:9 റേഷ്യോയിലുള്ളത്. ഓക്കെ, സിട്രേറ്റിന്റെ ട്യൂബ്. പിന്നെ അതിൽ സിട്രേറ്റിൽ വരുന്ന അടുത്ത ആളാണ് ACD എന്ന് പറഞ്ഞത്. ACD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസിഡ് സിട്രേറ്റ് ഡെക്സ്ട്രോസ്. അത് നമ്മുടെ ബ്ലഡ് ബാങ്കിങ്ങിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് ആന്റികോയാഗുലന്റ് ആണ്. അതിൽ വരുന്ന കമ്പോണൻസ് സിട്രിക് ആസിഡ്, ട്രൈസോഡിയം സിട്രേറ്റ്, ഡെക്സ്ട്രോസ് ഒക്കെയാണ്. പിന്നെ വരുന്ന ആൾക്കാരാണ് ഹെപ്പാരിൻ. ഹെപ്പാരിൻ എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ആന്റികോയാഗുലന്റ് ആണ്, നാച്ചുറൽ ബയോളജിക്കൽ ആന്റികോയാഗുലന്റ് ആണ്. നേരത്തെ പറഞ്ഞു നമ്മുടെ ബോഡിയിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് വരുന്നത് ആന്റി ത്രോംബിൻ ആക്ഷൻ ആണ് വരുന്നത്. അതായത് ഇനാക്റ്റീവ് പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റുന്ന ആ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതന്നെയാണ് ഇവിടെ പ്രിവെന്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സെൽസിന്റെ സൈസും കോമ്പോസിഷനും ഒക്കെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആന്റികോയാഗുലന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഓസ്മോട്ടിക് ഫ്ലജലിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്യാസ് അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ സെൽ കൗണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ സെല്ലിന്റെ ക്ലംസ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെല്ല് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വേണം. ഇതിലാണെങ്കിൽ കുറച്ചൊരു ഡിസ്കളറേഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹെപ്പാരിന് വളരെ കൂടുതൽ നേരമൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല കൊയാഗുലേഷന്. കുറച്ച് സമയം മാത്രമേ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ സ്മോൾ എമൗണ്ട്സിലാണ് യൂസ് ചെയ്യുന്നത്. 0.1 to 0.2. നേരത്തെ പറഞ്ഞ ആന്റികോയാഗുലൻസ് ഒക്കെ നമ്മൾ 2 milligram ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് സോഡിയം ഫ്ലോറൈഡ് ഒരു സ്പെഷ്യൽ പർപ്പസ് ആന്റികോയാഗുലന്റ് ആണ്. നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? മെയിൻ ആയിട്ടും ഗ്ലൂക്കോസിന്റെ എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. അതായത് പൊട്ടാസ്യം ഓക്സലേറ്റ് ആൻഡ് സോഡിയം ഫ്ലോറൈഡ് ഉള്ള ഒരു 3:1 റേഷ്യോയിലുള്ള ഒരു മിക്സ്ചറിൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള നമ്മുടെ ഗ്ലൈക്കോളിറ്റിക് പാത്വേയിലെ മെയിൻ എൻസൈം ഉണ്ടല്ലോ, ഇനോളൈസ് എൻസൈം. ആ ഇനോളൈസ് എൻസൈമിനാണ് ഇവിടെ ഈ സോഡിയം ഫ്ലോറൈഡ് അതിന്റെ ഒരു പോയിസൺ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇനോളൈസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുക വഴി അവിടെ ഗ്ലൈക്കോളിസിസ് പ്രിവെന്റ് ചെയ്യും. സോ ദാറ്റ് നമുക്ക് ഗ്ലൂക്കോസിന്റെ വാല്യൂ കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സോഡിയം ഫ്ലോറൈഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടി യൂസ് ചെയ്യാനുള്ള കാര്യം. പിന്നെ ആന്റികോയാഗുലേറ്റഡ് ബോട്ടിൽസിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമുക്കിപ്പോൾ ആന്റികോയാഗുലന്റ് ബോട്ടിൽസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആക്ച്വലി കൊമേഴ്ഷ്യലി നമുക്ക് ഇഷ്ടംപോലെ ആന്റികോയാഗുലന്റ് ബോട്ടിൽസ് ഓരോരോ ആന്റികോയാഗുലൻസ് ആയിട്ട് സെപ്പറേറ്റ് അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ PDTA ആന്റികോയാഗുലന്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2 gram% സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് 2 gram ADTA 100 ml ഡിസ്റ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് അതിലെന്ന് പറഞ്ഞാൽ ഈ 2 gram 100 ml ഡിസോൾവ് ചെയ്യുന്നതിന് 20 milligram ADTA ഉണ്ടായിരിക്കും സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ആകെ ഒരു 2 milligram മതി ഒരു 2 ml ബ്ലഡിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഒരു 0.1 ml മാത്രം എടുത്തിട്ട് ഒരു ഡ്രൈ പെൻസിലിൻ ബോട്ടിൽ ആഡ് ചെയ്തിട്ട് അതിനെ ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നു. അതിനുശേഷം സ്റ്റോപ്പർ ഇട്ടിട്ട് നമ്മൾ ബ്ലഡ് കളക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ കളർ കോഡിങ്, ആന്റികോയാഗുലന്റ് ബോട്ടിൽസിന്റെ കളർ കോഡിങ് നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കളർ കോഡിങ് സിസ്റ്റം ഉണ്ട്. ഓരോരോ ആന്റികോയാഗുലൻസിനും ഓരോരോ കളേഴ്സ്. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിരിക്കും. EDTA ആണെങ്കിൽ പർപ്പിൾ അല്ലെങ്കിൽ ലാവൻഡർ കളർ ആയിരിക്കും. റെഡ് ആണെങ്കിൽ നമ്മുടെ പ്ലെയിൻ ട്യൂബ്, ആന്റികോയാഗുലൻസ് ഒന്നും ഇല്ലാത്ത ട്യൂബ്. പിന്നെ ഗ്രീൻ ആണെങ്കിൽ ഹെപ്പാരിൻ, ഗ്രേ ആണെങ്കിൽ സോഡിയം ഫ്ലോറൈഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട്. പിന്നെ ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ സോഡിയം സിട്രേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ വേറെയും കുറെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ക്ലോട്ട് ആക്ടിവേറ്റേഴ്സ് ഉള്ള ഒരു യെല്ലോയിഷ് കളേർഡ് ക്യാപ്പ് ഉള്ളത്, അങ്ങനെ കുറെ ട്യൂബ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബ്ലഡ് എന്നുള്ള പോർഷൻ. അടുത്ത ടോപ്പിക് ഫ്ലെബോട്ടമി നമുക്ക് ഏറെക്കുറെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വായിച്ച് വിടേണ്ട കാര്യം തന്നെയുള്ളൂ. നമുക്ക് അറിയാം ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യ ഫ്ലെബോട്ടമി എന്നുള്ള വേർഡിന്റെ മീനിങ് ഒക്കെ പറയുന്നുണ്ട്. ഫ്ലെബോട്ടമി നമ്മൾ എന്തിനൊക്കെ ചെയ്യുന്നത്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾക്ക് സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കേസിൽ, അതേപോലെ തെറാപ്യൂട്ടിക് മെഷർ ആയിട്ട് ബ്ലഡ് എടുത്ത് കളയുന്ന പ്രൊസീജിയർ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ഫ്ലെബോട്ടമി ചെയ്യുന്നുണ്ട്. ഫ്ലെബോട്ടമി എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്, ഫ്ലെബോ മീൻസ് വെയിൻ, ടോമി മീൻസ് ഒരു ഇൻസെഷൻ ഉണ്ടാക്കുക. അപ്പൊ ഫ്ലെബോട്ടമി എന്നുള്ള പ്രൊസീജിയർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? വെയിനിൽ നമ്മളൊരു ഇൻസെഷൻ ഉണ്ടാക്കുക വിത്ത് നീഡിൽ.
അപ്പൊ അത്രയാണ് ഫ്ലബോട്ടമീനെ കുറിച്ച് പറയുന്നത്. പിന്നെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ മിനി പങ്ക്ചർ എന്ന് പറയാം, പിന്നെ ഫ്ലബോട്ടമി ചെയ്യുന്ന ആൾ ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയാം. അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഉം. പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം, എത്ര ബ്ലഡ് ഡ്രോ ചെയ്യണം. അപ്പൊ ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയുന്ന ആൾക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ചൊക്കെ ഒരു നോളേജ് ഉണ്ടായിരിക്കണം. ആദ്യം പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കണം, ഏതൊക്കെ ബോട്ടിൽസ് ആണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യണം, ഏതൊക്കെ മാക്യുട്ടൈനിക് ട്യൂബ്സ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ കറക്റ്റ് ആയിട്ട് വെയിനൊക്കെ പാൽപ്പേറ്റ് ചെയ്തിട്ട് അസെപ്റ്റിക് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തതിന് ശേഷം വേണ്ട സഫീഷ്യന്റ് എമൗണ്ട് ബ്ലഡ് എടുത്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്യൂബിലേക്ക് ആഡ് ചെയ്ത് ലേബലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് ഫ്ലബോട്ടമിസ്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പിന്നെ പേഷ്യന്റിന് പ്രൊസീജിയർ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യാം, നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ഫ്ലബോട്ടമിസ്റ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ. മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ മെയിൻ ആയിട്ട് കാപ്പിലറി കളക്ഷൻ, വീനസ് ബ്ലഡ് കളക്ഷൻ, ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ പറയുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ നമുക്ക് ശരിക്കും വേണ്ട ആവശ്യമില്ല, കാരണം നമ്മളല്ല ഒരിക്കലും ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. കുറച്ച് റിസ്കി ഏർപ്പാടായതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കാപ്പിലറി ബ്ലഡ് കളക്ഷൻ നോക്കാം. കാപ്പിലറി ബ്ലഡ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ജസ്റ്റ് ഒരു സിംഗിൾ പങ്ക്ചർ മാത്രം ഉണ്ടാക്കിയിട്ട്, കാപ്പിലറി പങ്ക്ചർ മാത്രം ഉണ്ടായിട്ട് ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിൽ വളരെ മൈന്യൂട്ട് എമൗണ്ട്, സ്മോൾ ക്വാണ്ടിറ്റി ബ്ലഡ് മാത്രമേ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും കുറച്ച് ബ്ലഡ് മതി എന്നുള്ള കേസസിൽ മാത്രമേ ശരിക്കും കാപ്പിലറി ബ്ലഡ് കളക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ സിവിയർ ബേൺ ഉള്ള പേഷ്യൻസ്, അതേപോലെ ത്രോംബോട്ടിക് ഡിസോർഡേഴ്സ് ഉള്ള പേഷ്യൻസ്, പിന്നെ കുഞ്ഞി ഇൻഫൻസിന്റെ കേസിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ലാൻസെറ്റിന് ഇതില് ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാൻസെറ്റ് ഇസ് എ മെറ്റാലിക് ഡിവൈസ്, ഫ്ലാറ്റ് ബോഡി ആൻഡ് പോയിന്റഡ് ടിപ്പ് ഒക്കെ. ഇപ്പൊ ഇത് ഏറ്റവും പഴയ മോഡൽ ഓഫ് ലാൻസെറ്റ്. ഇപ്പൊ ലാൻസെറ്റ് ഒക്കെ നല്ല സൂപ്പറാണ്, നല്ല ഉരുണ്ട സ്റ്റെമ്മും ഒരു ക്യാപ്പ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ലാൻസെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഏറ്റവും മുന്നത്തെ മോഡലാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ പറയുന്ന കാപ്പിലറി ബ്ലഡ് കളക്ഷൻ 3 mm ഡെപ്ത് ആണ് വേണ്ടത്. ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡെപ്ത് വേണ്ട, എത്രയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 mm എന്ന് പറയാം. അപ്പൊ ഈ ഇതൊക്കെ ചോദിക്കാറുണ്ട്, എത്ര കാപ്പിലറി പങ്ക്ചർ എത്ര ഡെപ്ത് വരെയാണ് പോകേണ്ടത്. അപ്പൊ അതേപോലെ ഏത് ഫിംഗറാണ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളത്, തേർഡ് ഓർ ഫോർത്ത് ഫിംഗർ ആണ് ചൂസ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഫിംഗറിന്റെ സൈഡിലൊന്നും ശരിക്കും പ്രിക്ക് ചെയ്യാൻ പാടില്ല, അതേപോലെ ടിപ്പിലൊന്നും പ്രിക്ക് ചെയ്യാൻ പാടില്ല. ഈ ഫിംഗർ പാഡിൽ തന്നെ വേണം പ്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ബ്രിക്ക് ആയിരിക്കും. നമ്മൾ ഇനിയും സ്ക്യൂസ് ചെയ്ത് എടുക്കാനൊന്നും പാടില്ല ബ്ലഡ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ശ്രദ്ധിക്കണം. ഒറ്റ ഒരു ബ്രിക്ക് ചെയ്ത് ജസ്റ്റ് ഒരൊറ്റ സ്പേസിൽ ബ്ലഡ് ഡ്രോപ്പ്, നമുക്ക് റിക്വയർഡ് എമൗണ്ട് ബ്ലഡ് ഡ്രോപ്പ് വരണം. അതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഡ്രോപ്പ് നമ്മൾ വൈപ്പ് ചെയ്യും, കാരണം എന്താ വെച്ചാൽ അതിൽ ടിഷ്യൂ ഫ്ലൂയിഡും ഒക്കെ കണ്ടാമിനേറ്റഡ് ആയിരിക്കും ആ ഫസ്റ്റ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡ്രോപ്പാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. പിന്നെന്താ, ഇതിൽ 3 mm ഡെപ്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ കുത്തുന്ന സമയത്ത് 3 mm ഡെപ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താ മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ലാൻസെറ്റ് ഡിവൈസസ് ഉണ്ട്. ലാൻസെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡെപ്ത് വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പൊ 3 mm ആണോ 5 mm ആണോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇൻഫൻസിന്റെ കേസിലാണെങ്കിൽ ഹീല് അല്ലെങ്കിൽ ബിറ്റോലൊക്കെയാണ് കാപ്പിലറി പങ്ക്ചർ ചെയ്യുന്ന സൈറ്റ് ആദ്യം നന്നായിട്ട് ആൽക്കഹോളിക് സ്വാബ് വെച്ചിട്ട് വൈപ്പ് ചെയ്തതിന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമാണ് പിക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡ്രോപ്പിന് റിമൂവ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡ്രോപ്പ് മുതൽ നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് കാര്യം. പിന്നെ അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം. ഫിംഗർ പ്രിന്റ്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം പിക്ക് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഫ്രീലി ഫ്ലോ ചെയ്യുള്ളൂ ബ്ലഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ, ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ബ്ലഡ് നമുക്ക് സെൽ കൗണ്ടും ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷനും ഡിഫറൻഷ്യൽ ല്യൂക്കോസൈഡ് കൗണ്ടിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒരൊറ്റ ഡ്രോപ്പിൽ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്തായാലും നമുക്ക് അത്ര ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. വീനസ് കളക്ഷൻ ആണ് നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത വരുന്നത് വീനസ് ബ്ലഡ് കളക്ഷൻ. വീനസ് ബ്ലഡ് കളക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള സിറിഞ്ച് ആൻഡ് നീഡിൽസ് ആണ്. അതിനെ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ആംസിന്റെ ആന്റീരിയർ ക്യൂബൈറ്റൽ ഫോഴ്സ്. ആന്റീരിയർ ക്യൂബൈറ്റൽ ഫോഴ്സിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 വെയിൻസ് ആണുള്ളത്. മീഡിയം ക്യൂബൈറ്റൽ വെയിൻ നമ്മുടെ സെൻട്രൽ പോർഷനിൽ ഉണ്ടാവുന്ന വെയിന്, പിന്നെ ഈ സൈഡിലേക്ക് ഒരു സെഫാലിക് വെയിൻ ഉണ്ടായിരിക്കും, ഇപ്പോഴത്തെ സൈഡിലേക്ക് ഒരു ബേസലിക് വെയിൻ ഉണ്ടായിരിക്കും. അങ്ങനെ 3 വെയിൻസ് ആണുള്ളത്. നമ്മുടെ മീഡിയം ക്യൂബൈറ്റൽ വെയിനാണ് ഏറ്റവും കൂടുതലായിട്ട് ചൂസ് ചെയ്യുള്ളത്. അത് കിട്ടില്ലെങ്കിൽ മാത്രമാണ് സൈഡ് വെയിൻസ് ഒക്കെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആന്റി ക്യൂബൈറ്റൽ ഫോഴ്സിന്റെ മീഡിയം ക്യൂബൈറ്റൽ വെയിനെ ചൂസ് ചെയ്യാന്നുള്ളതാണ്.
പിന്നെന്താ, നീഡിലിന്റെ പാർട്സ്, സിറിഞ്ചിന്റെ നീഡിലിന്റെ പാർട്സ് ഒക്കെ ചോദിക്കാറുണ്ട്. എന്തൊക്കെയാണ് പാർട്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മളങ്ങ് മിസ്സായി പോകും. ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡ്സ് ഒക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ ചിലപ്പോൾ തന്നെ മിസ്സായി പോകും. അപ്പം ഒരു സിറിഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്, ഒരു ബാരൽ ഉണ്ട്, പിന്നെ നോസിൽ ഉണ്ട്. നീഡിൽ അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമാണ് നോസിൽ എന്ന് പറയുന്നത്. പിന്നെ നീഡിൽ അടച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ, ഹബ്ബ്, സിറിഞ്ചിനോട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ, പിന്നെ ഒരു ലെങ്ത്, ആ നീഡിലിന്റെ ലെങ്തിനെ ഷാഫ്റ്റ് എന്ന് പറയും. അറ്റത്തൊരു കുഞ്ഞി ഹോൾ ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ ബിബിൾ എന്ന് പറയും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ട്യൂബ്സിന്റെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് കളർ കോഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സിറിഞ്ചിന്റെ ഹബിന്റെ കളറിലും ഇതേപോലെ തന്നെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ഗോൾ സൈസ് അനുസരിച്ചിട്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് 22 to 23 ഒക്കെയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കളർ കോഡ് കറക്റ്റ് ആണെന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് യൂഷ്വലി പിങ്ക്, വൈലറ്റ് അങ്ങനത്തെ ഒരു കളേഴ്സ് ഒക്കെയാണ് നമ്മൾ നോർമലി ബ്ലഡ് കളക്ഷൻ യൂസ് ചെയ്യുന്ന ഹബ്സിന് വരാറുള്ളത്. അതേപോലെ തന്നെ അതിന്റെ ഗോൾ സൈസ് എന്ന് പറഞ്ഞാൽ 20 to 23 ആ റേഞ്ചിൽ. കുഞ്ഞു കുട്ടികൾക്ക് കാണിച്ചെങ്കിലാണ് നമ്മുടെ സ്കാൽപ്പൽ വെയിൻസിൽ ബട്ടർഫ്ലൈ മീൻ എന്നൊക്കെ പറയുന്ന ആ ബട്ടർഫ്ലൈ നീഡിൽസിലൊക്കെയാണ് നമ്മൾ 23-24 ഗേജ് സൈസ് ഒക്കെ ഉള്ള നീഡിൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ, എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ ഒക്കെയാണ് പറയുന്നത്, എങ്ങനെയാണ് പേഷ്യന്റ് പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്തിട്ട് എന്താ അപ്വേർഡ് ഫേസ് ചെയ്തിട്ട് ടൂർണിക്കറ്റ് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൽ കുറെ പ്രിക്കോഷൻസ് പറയുന്നുണ്ട്. ടൂർണിക്കറ്റ് കിട്ടുമ്പോൾ കൂടുതൽ സമയം കെട്ടാൻ പാടില്ല, അപ്പൊ നമുക്ക് ഹിമോലൈസ്ഡ് ആയിട്ടുള്ള സാമ്പാണ് കിട്ടുക. അതേപോലെ തന്നെ ബ്ലൈൻഡ് പ്രോബിങ് ഒഴിവാക്കണം. അപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് വെയിൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രം കുത്താൻ പാടുള്ളൂ. അതുപോലെ തന്നെ കുത്തിയിട്ട് നമുക്ക് കിട്ടിയില്ല വെച്ചാൽ അതിൻ്റെ ഉള്ളിട്ട് തിരിക്കാണ്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് റീപൊസിഷൻ ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാ ബിവൽ അപ്പായിട്ട് ഒരു 30-40 ഡിഗ്രി ആംഗിളിലാണ് നമ്മുടെ നീഡിലിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നത്, പ്രൊസീജിയർ എങ്ങനെയൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ്, അല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു. പിന്നെ റീസെന്റ് ട്രെൻഡ്സിൽ വരുന്ന സംഭവങ്ങളാണ് നമ്മുടെ വാക്യൂട്ടീനിയൽ ബ്ലഡ് കളക്ഷൻ ട്യൂബ്സ് എന്ന് പറയുന്നത്. ബട്ടർഫ്ലൈ നീഡിൽസും ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുള്ള സംഭവം തന്നെയാണ്, അധിക കാലമായിട്ട് ഞാൻ തോന്നുന്നു. അപ്പം കുഞ്ഞു കുട്ടികൾക്ക് ബ്ലഡ് കളക്ഷന് വേണ്ടിയിട്ടാണ് ബട്ടർഫ്ലൈ നീഡിൽസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വാക്യൂട്ടീനിയൽ ട്യൂബ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പേഷ്യന്റിന്റെ കുറെ ടെസ്റ്റുകളുണ്ട്. അതും നമുക്ക് ഓരോ ടെസ്റ്റിനും അറിയാം, ഓരോ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റുകൾക്കും വേറെ വേറെ ആന്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൂടാ. അപ്പം അതിനൊക്കെ നമുക്ക് വേറെ വേറെ ബോട്ടിൽ ബ്ലഡ് കളക്ട് ചെയ്യണം, ഒറ്റ ബോട്ടിൽ കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു 5 ml അല്ലെങ്കിൽ 10 ml സിറിഞ്ചൊക്കെ വെച്ച് ബ്ലഡ് എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പ്രിക്ക് ചെയ്തെടുക്കുക ഒക്കെ ടാസ്ക് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് വാക്യൂട്ടേനിയസ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ എന്താ വെച്ചെങ്കിൽ ഒരു രണ്ട് എൻഡിലും ഡബിൾ എൻഡഡ് ആയിട്ടുള്ള ഒരു നീഡിൽ ഉണ്ടായിരിക്കും, അത് അറ്റാച്ച് ചെയ്യാൻ ഒരു ഹോൾഡർ ഉണ്ടായിരിക്കും. ഇതാണ് നീഡില്. ഈ നീഡിലിന് ഈ സൈഡിലും ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും, ഈ സൈഡിലും ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും. എന്നിട്ട് ഇങ്ങനത്തെ ഈ ഒരു റെക്ടാങ്കുലർ സാധനം കണ്ടില്ലേ, റെക്ടാങ്കുലർ അല്ല ആക്ച്വലി ഒരു സിലിണ്ടർ പോലെ ഉണ്ടാവാം. ആ ഒരു ഹോൾഡറിന്റെ ഉള്ളിൽ ഒരു ഓട്ട മാത്രം ഉണ്ടാവാം. ഈ ഓട്ടയിലേക്ക് ഇങ്ങനെ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവാം. അപ്പൊ അതാണ് വാക്യൂട്ടേനിയസ് സിസ്റ്റം. പിന്നെ ഇങ്ങനത്തെ സ്റ്റോപ്പേഡ് ആയിട്ടുള്ള റബ്ബർ സ്റ്റോപ്പേഡ് ആയിട്ടുള്ള ട്യൂബ്സും ഉണ്ടായിരിക്കും വാക്യൂട്ടേനിയസ് സിസ്റ്റത്തിൽ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ആദ്യം നമ്മൾ ഈ വാക്യൂട്ടേനിയസ് സിസ്റ്റത്തിലേക്ക് ഈ നീഡിലിനെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ സാധാ പോലെ തന്നെ ടൂണിക്കറ്റ് ഒക്കെ കെട്ടി സൈറ്റൊക്കെ ക്ലിയർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് നമ്മൾ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു, വിവലപ്പായിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. വൺസ് നീഡിൽ ഇൻസേർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ട്യൂബിന് ഇതിന്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു നീഡിലാണ് വരുന്നത്. അതായത് ഈ റബ്ബർ സ്റ്റോപ്പറിനെ തുളയ്ക്കാൻ പറ്റുന്ന ഒരു നീഡിലാണ് ഇവിടെ വരുന്നത്. അതിന് കവർ ചെയ്യുന്ന ഒരു റബ്ബർ ഷീറ്റും ഉണ്ടായിരിക്കും. അപ്പൊ ഈ നീഡിലേക്ക് നമ്മുടെ റബ്ബർ ട്യൂബിനെ വാക്യൂട്ടേനിയൽ ട്യൂബിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഈ വാക്യൂട്ടേനിയൽ ട്യൂബിൽ എന്താ ഉള്ളത്, വാക്യൂം ആണുള്ളത്. അപ്പൊ വാക്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ല. അപ്പൊ ആ ഒരു നെഗറ്റീവ് പ്രഷർ കാരണം, അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് നെഗറ്റീവ് പ്രഷറാണ്. നെഗറ്റീവ് പ്രഷർ കാരണം നമ്മുടെ വെയിനിലുള്ള ബ്ലഡ് ഔട്ട് ചെയ്തിട്ട് ഈ ട്യൂബിലേക്ക് കളക്ട് ആവും. അതാണ് വാക്യൂട്ടേനിയലിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് പ്രഷർ കാരണമുള്ള ഒരു മെത്തേഡ്, അതിന്റെ ബേസിസിൽ വരുന്ന ഒരു മെത്തേഡാണ് വാക്യൂട്ടേനിയൽ ബ്ലഡ് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ വൺസ് നമുക്ക് വേണ്ട എമൗണ്ട് ബ്ലഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നീഡിൽ പുൾ ബാക്ക് ചെയ്യാം, സ്ലൈറ്റ്ലി റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ ട്യൂബ്സിൽ കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നീഡിൽ അവിടെ തന്നെ നിർത്താം. എന്നിട്ട് നമ്മുടെ ഈ ട്യൂബ് മാത്രം അതിൽ നിന്ന് റിമൂവ് ചെയ്യാം, നെക്സ്റ്റ് ട്യൂബ് ഇതിൽ കണക്ട് ചെയ്ത് കൊടുക്കാം, അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ട്യൂബ്സിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് വാക്യൂട്ടേനിയസ് സിസ്റ്റത്തിൽ. വൺസ് നമ്മൾ
ഈ ട്യൂബ് ഇവിടുന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇതിപ്പോ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ നിൽക്കല്ലേ, അത് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് നിൽക്കും. അത് വീണ്ടും പഴയ പൊസിഷനിലാവുകൊണ്ട് തന്നെ നമുക്ക് നീഡിൽ ഇവിടെ നിർത്തിക്കൊണ്ട് എടുക്കുമ്പോഴും അതിൽ കൂടെ ബ്ലഡ് വരുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു റബ്ബർ ഷീറ്റ് കൂടി കൊടുത്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഓർഡർ ഓഫ് ഡ്രോ ഓഫ് ബ്ലഡ് കണക്ഷൻ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഓർഡർ ഓഫ് ഡ്രോ. ഏതാണ് ആദ്യം കളക്ട് ചെയ്യേണ്ട ട്യൂബ്, ഏതാണ് അവസാനം കളക്ട്. അപ്പം കുറെ സീരീസ് ഇങ്ങനെ തരും, ബ്ലൂ ലാവൻഡർ, ലൈറ്റ് ബ്ലൂ ലാവൻഡർ, ഗ്രീൻ. അപ്പൊ അതിൽ ഏതാണ് ആദ്യം കളക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻസിന് വേണ്ടി. അത് ഒരു കണ്ടാമിനേഷൻ വരാൻ പാടില്ല, കാരണം കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്ലഡ് കൾച്ചർ പോർട്ടൽസിനാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ബ്ലഡ് കളക്ഷന്റെ ഡ്രോയില്. ട്രെയിൻ വരുന്നുണ്ട്. കേൾക്കാലോ അല്ലെ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ബ്ലഡ് കൾച്ചർ ട്യൂബ്സിൽ, പിന്നെ വരുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള സ്കൈ ബ്ലൂ കളർഡ് ക്യാപിലർ ട്യൂബ്സിൽ, അതിനുശേഷമാണ് നമ്മൾ സെറോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്ലെയിൻ ട്യൂബ്, പിന്നെയാണ് നമ്മൾ എന്തെങ്കിലും ആന്റിബയോട്ടിക് സബ്സ്റ്റൻസ് ഉള്ള ട്യൂബ്സിലേക്കൊക്കെ ആഡ് ചെയ്യുന്നത്. അതായത് ജെൽ സെപ്പറേറ്റഡ് ട്യൂബാണ് പിന്നെ ഉള്ളത്, അല്ലാച്ചെങ്കിൽ ഹെപ്പാരിൻ ട്യൂബ് വേണമെങ്കിൽ അതിലേക്ക്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒക്കെയാണ് ഇരിറ്റിയും ഫ്ലൂറൈഡ് ട്യൂബ്സ് ഒക്കെ വരുന്നത്. അതാണ് ഓർഡർ ഓഫ് ഡ്രോ എന്ന് പറഞ്ഞാൽ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഇത് എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡ്സിൽ വേറെ കാര്യങ്ങൾ പറയുന്നത് എന്താ, വെയിൻ വ്യൂവേഴ്സ് ഉണ്ട്, ഇൻഫ്രാറെഡ് ബേസിസിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, വെയിൻ ഡിറ്റക്ടേഴ്സ് ആയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെയിൻ പങ്ക്ചർ മെഷീൻസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ടെക്സ്റ്റ് വളരെ മുന്നേ ഉള്ള ടെക്സ്റ്റാ. അപ്പൊ അന്ന് ഉണ്ടായിരുന്നത് ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അതിനേക്കാളും വെരി ഓട്ടോമേറ്റഡ് ആയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളത്. ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഹെമോളൈസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന സിറിഞ്ച് നീഡിലൊക്കെ ഡ്രൈ ആയിരിക്കണം. അത് ഡിസ്പോസിബിൾ ആണ് ഇപ്പൊ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, ഒരാൾക്ക് യൂസ് ചെയ്ത് വേറൊരാൾക്ക് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്തായാലും അത് ഡ്രൈ ആയിരിക്കണം. അതേപോലെ തന്നെ ബ്ലഡിന്റെ റഫ് ഹാൻഡ്ലിംഗ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്യണമല്ലോ. അപ്പൊ ഇങ്ങനെ കുലുക്കി കുലുക്കി ഫോം വരുന്ന രീതിക്കൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഫിഗർ ഓഫ് 8 മോഷൻ എന്നാണ് നമ്മൾ പറയുക ബ്ലഡ് മിക്സ് ചെയ്യണേന്. അപ്പൊ ആ ഒരു ഇതൊക്കെ ഫോളോ ചെയ്യാം. പിന്നെ നീഡിൽ വെച്ചിട്ട് തന്നെ ബ്ലഡ് ട്യൂബിലേക്ക് ആക്കാതിരിക്കാം. നീഡിൽ റിമൂവ്, ബ്ലഡ് കളക്ഷൻ ശേഷം നീഡിൽ റിമൂവ് ചെയ്തിട്ട് വേണം ആ ട്യൂബിന്റെ സൈഡ് വൈസ് മെല്ലെ വേണം, മെല്ലെ മെല്ലെ ഇതാക്കിയിട്ട് വേണം ട്യൂബിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂമലൈസിസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഫ്രീസ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. RBCസിന് അല്ലെങ്കിൽ ബ്ലഡിനെ നമ്മൾ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ പാടില്ല. അപ്പൊ റെഡ് സെൽസ് എന്തായാലും ഹ്യൂമലൈസ് ആയി പോകും. പിന്നെന്താണ്, പിന്നെ വരുന്നത് നമ്മുടെ ടൂർണിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ. അതായത് വളരെ കുറെ നേരം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ, അപ്പോഴും നമുക്ക് ഹ്യൂമലൈസിസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സിറിഞ്ച്, നമ്മൾ സിറിഞ്ച് അല്ലെങ്കിൽ കാപ്പിലറി പങ്ക്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീലി ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വല്ലാണ്ട് സ്ക്വീസ് ചെയ്ത് വല്ലാണ്ട് പണിപ്പെട്ടൊക്കെ എടുക്കുമ്പോഴും നമുക്ക് ഹ്യൂമലൈസിസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ബ്ലഡ് കളക്ഷൻ കണ്ടെയ്നേഴ്സ് അത് പ്രോപ്പർ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിരിക്കണം. ആന്റികോയാഗുലൻസിന്റെ റേഷ്യോ കറക്റ്റ് ആണ്, ആ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കൊമേഴ്ഷ്യൽ അവൈലബിൾ ആയിട്ടുള്ള ആന്റികോയാഗുലൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റേഷ്യോന്റെ കാര്യത്തിലൊന്നും അത്ര ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. പിന്നെ കോംപ്ലിക്കേഷൻസ്, ബ്ലഡ് കളക്ഷന്റെ സമയത്ത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. അതായത് ഫെയിന്റിങ് ഉണ്ടാവാം, സിങ്കോപ്പ്. ഫെയിന്റിങ് യൂഷ്വലി ഒരു 5 ml 10 ml കളക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഫെയിന്റിങ് ഉണ്ടാവില്ല തോന്നുന്നു. നമ്മുടെ ബ്ലഡ് ബാങ്കിങ്ങിലും ബ്ലഡ് കളക്ഷനൊക്കെയാണ് മെയിൻ ആയിട്ട് ഫെയിന്റിങ് കണ്ടുവരാറുള്ളത്. ഒരു 350 ml 450 ml ഒക്കെ എടുക്കുമ്പോഴേക്കും ചിലർ ബോധപ്പെട്ടു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ജസ്റ്റ് ഫെയിന്റിങ്, തല കറങ്ങി വീഴാം, അൺകോൺഷ്യസ് ആവാം. അപ്പൊ നമുക്ക് എന്താ, അവരെ കാമാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കാല് പൊന്തിച്ച് വെച്ച് കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പെട്ടെന്ന് യൂഷ്വലി റിക്കവർ ആവാറുണ്ട്. പിന്നെ ഫെയിലർ ടു ഡ്രോ ബ്ലഡ്, അതായത് ബ്ലഡ് നമുക്ക് എടുക്കാൻ കിട്ടുന്നുണ്ട്, നീഡിൽ ഇൻസേർട്ട് ചെയ്ത് പക്ഷെ ബ്ലഡ് വരുന്നില്ല. ബ്ലഡ് വരുന്നില്ല വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഇൻസേർട്ട് ചെയ്തത് കറക്റ്റ് പ്രോപ്പർ വെയിനിക്ക് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തിട്ട് റീപൊസിഷൻ ചെയ്തിട്ട് റീഇൻസേർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ വാക്വം ട്യൂബ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരാറുണ്ട്. നീഡിൽ നമ്മൾ വെയിലൊക്കെ തന്നെയായിരിക്കും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് വരില്ല. എന്തൊക്കെ ചെയ്താലും ബ്ലഡ് വരില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ട്യൂബിന്റെ വാക്വം പോയി എന്നാ. അതായത് വാക്വം ട്യൂബിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ ആണ് അതിന്റെ ഉള്ളിലുള്ള വാക്വം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ വാക്വം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് ബ്ലഡ് ആ ട്യൂബിലേക്ക് കയറില്ല. അപ്പൊ ആ കേസസിൽ നമ്മൾ ട്യൂബ് മാറ്റി യൂസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഹെമറ്റോമ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ചിലർക്ക്. അതായത് നമ്മൾ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ്
സറൗണ്ടിങ് ടിഷ്യൂസിലേക്ക് സെൽസിലേക്കൊക്കെ ഊസ് ഔട്ട് ചെയ്തിട്ട് ലീക്ക് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒരു സ്വെല്ലിങ് ആൻഡ് ഒരു ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനെ ത്രോംബോസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി നീഡിൽ റിമൂവ് ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ത്രോംബോഫോബ് പോലത്തെ മെഡിസിൻസ് ഒക്കെ ഉണ്ട് ഹെമറ്റോമ വരുമ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ പെറ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന്റെ താഴെയുള്ള മൈന്യൂട്ട് വെയിൻസ് ഒക്കെ ചെറുതായിട്ട് റപ്ചർ ആയി നിൽക്കുന്നുണ്ടാവും. അത് കൊയാക്കുലേഷൻ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ ബുദ്ധിമുട്ടാണ്, എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാന്നൊക്കെ കൺസിഡർ ചെയ്തിട്ട് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം. ബ്ലീഡിങ് പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ പേഷ്യന്റിനെ പറഞ്ഞുവിടാൻ പാടുള്ളൂ. പിന്നെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുന്ന കേസസ് ഉണ്ട്. അതായത് ആന്റികോയാഗുലൻസ് കൊടുക്കുന്ന പേഷ്യൻസ് നമ്മള് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഇപ്പൊ നമ്മള് ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആസ്പിരിൻ ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ഡയാലിസിസ് പേഷ്യൻസ് ആണെങ്കിൽ ഹെപ്പാരിൻ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ ആ കേസസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ആവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കേസസ് ഒക്കെ നമ്മൾ നന്നായിട്ട് കൺസിഡർ ചെയ്യണം ബ്ലഡ് കളക്ഷന് മുന്നേ. അങ്ങനത്തെ കേസസ് എന്തെങ്കിലും ആണെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ എടുക്കണം. പിന്നെ ന്യൂറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് കൈന്റെ മുട്ട് തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഷോക്ക് പോലത്തെ ഒരു ഫീൽ വരില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീൽ എന്തെങ്കിലും പേഷ്യൻസ് പറയുകയാണ് വെനിപങ്ക്ചറിന്റെ സമയത്ത് ഇമീഡിയറ്റ്ലി വെനിപങ്ക്ചർ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. പിന്നെ സീഷേഴ്സ് ഒക്കെ വെരി റയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഫിസിഷ്യന്റെ ഒക്കെ ഹെൽപ്പ് തേടാണ് നല്ലത്. അതുപോലെ തന്നെ അവരിങ്ങനെ വായൊക്കെ കടിച്ചു പിടിക്കുമ്പോൾ നമ്മൾ വേറെ ഒബ്ജക്ട്സ് ഒന്നും അവർ വായിൽ ഇട്ട് കൊടുക്കാനൊന്നും പാടില്ല. ടങ് ഡിപ്രസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ, ടങ് ഡിപ്രസർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാനാണ് വേണ്ടത്, അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇട്ട് കൊടുക്കാനൊന്നും പാടില്ല. പിന്നെ ഒബീസ് പേഷ്യൻസിന്റെ കേസ്, അതായത് നമുക്ക് വെയിൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഡീപ്പ് വെയിൻ ആയിരിക്കും, കാണാനും പാൽപ്പേറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് ചിലപ്പോൾ ബ്ലൈൻഡ് പ്രോബിങ് ചെയ്യേണ്ടി വരും. അതപ്പോ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. പിന്നെ ഡാമേജ്ഡ് സ്ക്ലിറോസിഡ് ഒക്ലൂഡഡ് വെയിൻസ് വരുന്ന കേസ്, അത് എന്തെങ്കിലും ഡിസീസ് കാരണം ഇൻഫ്ലമേഷൻ കാരണം ഇൻഫ്ലമേഷനോ കാരണം വരുന്നതാണ്. അപ്പൊ അതിനും വേണ്ട പ്രിക്കോഷൻസ് എടുക്കണം. പിന്നെ അലർജിക് പ്രോബ്ലംസ് ചിലർക്ക് വരാറുണ്ട്, ബെറ്റാഡിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ പ്രീ കൺസിഡർ ചെയ്യണം. പിന്നെ ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കാരണം നമ്മളത് ചെയ്യുന്നില്ല. ഡോക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുക. ആർട്ടീരിയൽ ബ്ലഡ് കളക്ഷന് നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് അനാലിസിസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മെയിൻലി റേഡിയൽ ആർട്ടറിയാണ് ചൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല തോന്നുന്നു. എന്തായാലും വെയിൻസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചോളൂ. റേഡിയൽ ആർട്ടറി, അതേപോലെ തന്നെ ബ്രാക്കിയൽ ആൻഡ് ഫെമറൽ ആർട്ടറീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പീഡിയാട്രിക് ബ്ലഡ് കളക്ഷന്റെ കേസസ്, പീഡിയാട്രിക് ബ്ലഡ് കളക്ഷൻ അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫ്ലബോട്ടമിസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ നല്ലത്. അവർക്ക് നമുക്ക് ബട്ടർഫ്ലൈ നീഡിൽസ് യൂസ് ചെയ്യാം. ഏറ്റവും ചെറിയ കുട്ടികളുടെ കേസസിൽ നമ്മൾ സ്കിൻ പങ്ചർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഹീലിന്റെ ഈ ഒരു ലാറ്റർ പോർഷന് അതേപോലെ തന്നെ ബിഗ് ടോന്നൊക്കെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഒരു 6 months ഒക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ബട്ടർഫ്ലൈ നെയിൽസ് ഒക്കെ യൂസ് ചെയ്ത് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പാംസിന്റെ ഹാൻഡിന്റെ ഡോസൽ പോർഷനിലുള്ള വെയിൻസ് നിന്ന് നമുക്ക് ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് യൂസ് ചെയ്യുന്നത് 23-24 ഗേജസിലുള്ള നീഡിൽസ് ആണ്. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 5 ഡിഗ്രിയിലൊക്കെയാണ് അതിന്റെ ആംഗിൾ, നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ആണ് നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഹെമറ്റോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മെയിൻ ആയിട്ട് പറയുന്നത് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ മാത്രമേ പറയുന്നുള്ളൂ. ബ്ലഡ് സ്മിയേഴ്സ്, മോർഫോളജി ഓഫ് സെൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇൻക്ലൂഷൻ ബോഡീസ് പാരസൈറ്റ്സിനെയൊക്കെ കണ്ടുപിടിക്കാനും കൗണ്ട് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് സ്മിയർ, പെരിഫറൽ ബ്ലഡ് സ്മിയർ ഉണ്ടാക്കും. അപ്പൊ അതിൽ നമുക്ക് 2 ടൈപ്പ് പറയാം, തിൻ സ്മിയറും തിക് സ്മിയറും ഉണ്ടായിരിക്കും. തിൻ സ്മിയർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ബ്ലഡ് കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ബ്ലഡ് സെൽ കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടും ഡിഫറൻഷ്യൽ ലുക്കോസൈഡ് കൗണ്ടിങ്ങിനൊക്കെയാണ് തിൻ സ്മിയർ യൂസ് ചെയ്യുന്നത്. ആൻഡ് തിക് സ്മിയർ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാരസൈറ്റിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ്. മലേറിയ പാരസൈറ്റിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി തിക് സ്മിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ തിൻ സ്മിയർ ഉണ്ടാക്കുന്ന കാര്യം, തിക് സ്മിയർ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇതില് തിക് സ്മിയർ പറയുന്നില്ല, തിൻ സ്മിയർ ആണ് നമ്മുടെ കോമൺലി യൂസ്ഡ് മെത്തേഡ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാപ്പിലറി ബ്ലഡ് കളക്ഷൻ ആണെന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡയറക്ട്ലി സ്ലൈഡിലേക്ക് ബ്ലഡ് ആഡ് ചെയ്തിട്ട് അവിടെ തന്നെ സ്മിയർ വരയ്ക്കുന്നു. EDT ആണെന്നുവെച്ചെങ്കിൽ EDT വീനസ് കളക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 1 to 2 hours തന്നെ സ്മിയർ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ലൈഡ് എടുക്കുന്നത് ഡ്രൈ ആയിരിക്കും, ഗ്രീസ് ഫ്രീ ആയിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സ്ലൈഡിന്റെ 1 centimeter എൻഡിൽ നിന്ന് ഒരു മീഡിയം സൈസിൽ ഡ്രോപ്പ് വെച്ചിട്ട്
അതിനെ സ്പ്രെഡ് ചെയ്യുക 30 to 40 ഡിഗ്രി ആംഗിളിൽ സ്ലൈഡ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുക. ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്മിയർ എന്ന് പറയുന്നത് എന്താ നമ്മുടെ സ്ലൈഡിന്റെ ഒരു സെൻട്രൽ പോർഷൻ കവർ ചെയ്തിട്ടായിരിക്കണം, ഉണ്ടായിരിക്കും എല്ലാ എഡ്ജും ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ ടൺ ഷേപ്പിൽ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതാ ഐഡിയൽ സ്മിയറിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു സെൻട്രൽ പോർഷൻ ഓഫ് ദ സ്ലൈഡ് ഓക്യുപ്പൈ ചെയ്യണം, ക്ലിയർ മാർജിൻസ് ഉണ്ടായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ സ്മിയറിന്റെ 3 പോർഷൻസ്. തിക് പോർഷൻ നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ ഹെഡ് എന്ന് പറയും, മിഡിൽ പോർഷൻ ബോഡി, ആൻഡ് തിന്നായിട്ട് വരുന്ന ആ ലാസ്റ്റ് പോർഷനെ നമ്മൾ ടെയിൽ എന്ന് പറയുന്നു. അപ്പൊ ഗുഡ് സ്മിയറിന്റെ ക്യാരക്ടേഴ്സ് അങ്ങനെ ടെൻ ഷേപ്ഡ് ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സും വരണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഹെഡ്, ബോഡി ആൻഡ് ടെയിൽ വരുന്നത് നമ്മൾ മെയിൻലി സെൽ കൗണ്ട് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു പോർഷനിലാണ്, ബോഡി ആൻഡ് ഇൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് ടെയിൽ. അതായത് സെൽസ് ക്ലംബ്ഡും അല്ല എന്നാ കുറെ വിട്ടുവിട്ടുമല്ല, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കിടക്കുന്ന റെഡ് സെൽസ് ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് അടുത്തടുത്ത് കിടക്കുന്ന ഒരു പോർഷനിലാണ് നമ്മൾ സെൽ കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് ഐഡന്റിഫൈ ലേബൽ ചെയ്യുന്നത് ഹെഡ് പോർഷനിലാണ് സ്മിയറിലേക്ക്. പിന്നെ സ്റ്റെയിനിങ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റൊമോസ്കി സ്റ്റെയിൻസ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. റൊമോസ്കി സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിക്രോമാറ്റിക് സ്റ്റെയിൻസ് ആണ്, ന്യൂട്രൽ സ്റ്റെയിൻസ് ആണ്. അതിന് ആസിഡിക് പോർഷനും ഉണ്ട്, ബേസിക് പോർഷൻ. ആസിഡിക് പോർഷൻ ആണ് നമ്മുടെ ഇയോസ് എന്ന് പറയുന്നത്, ബേസിക് പോർഷൻ ആണ്, ബേസിക് ഡൈ ആണ് മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പം സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് സെൽസിൽ ആസിഡിക് പ്രോപ്പർട്ടി ഉള്ളത് ആരാ? ന്യൂക്ലിയസിനാണ്. കാരണം ഇവിടെ ന്യൂക്ലിക് ആസിഡ് ഒക്കെ ഉണ്ട്. ആസിഡിക് പ്രോപ്പർട്ടി ഉള്ള ആള് ബേസിക് ഡൈ ആയിട്ടുള്ള മെത്തിലിൻ ബ്ലൂ എടുക്കും. അപ്പൊ നമുക്കൊരു ഡീപ്പ് പർപ്പിൾ ബ്ലൂ കളർ ഒക്കെ ആയിരിക്കും തരുന്നുണ്ടാവുക. ആൻഡ് വൈസ് വേഴ്സ, സൈറ്റോപ്ലാസം ആണെങ്കിൽ ബേസിക് നേച്ചർ ആയിരിക്കും. അപ്പൊ ആസിഡിക് ഡൈ ആയിട്ടുള്ള ഇയോസിനെ എടുത്തിട്ട് പിങ്ക് കളറിൽ കാണുന്നു. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലീഷ്മാൻ സ്റ്റെയിൻ ആണ്. പിന്നെ വരുന്ന റോമോസ്കി സ്റ്റെയിൻസ് ആണ്, റൈറ്റ്സ്, ജീംസ്, അജണ്ട സ്റ്റെയിൻസ് ഒക്കെ. അപ്പൊ ഇതിൽ ഓരോന്നിലും നമ്മുടെ മെത്തിലിൻ ബ്ലൂവിന്റെ ഇയോസിന്റെയും പ്രൊപ്പോർഷൻസ് അതേപോലെ തന്നെ പ്രിപ്പറേഷനിലുള്ള വ്യത്യാസം കാരണം വ്യത്യാസമാണ് ഇതിൽ ഓരോ സ്റ്റെയിനിങ് മെത്തേഡ്സിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെന്താ ലീഷ്മാൻ സ്റ്റെയിന്റെ പ്രിപ്പറേഷൻ ഒക്കെ പറയുന്നുണ്ട്. ലീഷ്മാൻ സ്റ്റെയിൻ എന്ന് പറയുന്നത് സ്റ്റെയിൻ പൗഡർ നമ്മുടെ അസിറ്റോൺ മീഥൈൽ ആൽക്കഹോളിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ മീഥൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഉള്ള മെത്തനോൾ ഒരു ഫിക്സേഷൻ എഫക്റ്റ് കൂടി ഇതിന് കൊടുക്കുന്നുണ്ട്. അത് കാരണം വേറെ ഫിക്സേറ്റീവിന്റെ ആവശ്യം ഇല്ല. ബ്ലഡ് സ്മിയർ വരച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ഡ്രൈ ചെയ്തിട്ട് ലീഷ്മാൻ സ്റ്റെയിൻ ചെയ്യാം. ലീഷ്മാൻ സ്റ്റെയിന്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. 100 ml നമ്മൾ 0.15 gram ലീഷ്മാൻ പൗഡർ എടുത്തിട്ട് മോട്ടറിൽ പ്ലേസ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് മീഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കേണ്ടത്. പിന്നെ റൈപ്പനിങ് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. അതായത് അതിനെ മെച്ചുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെയിൻ മെച്ചുർ ആയി കിട്ടിയാലാണ് നമുക്ക് ഗുഡ് സ്റ്റെയിൻ പ്രോപ്പർട്ടീസ് കിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് റൈപ്പനിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് 37°C 24 hours കീപ്പ് ചെയ്താൽ മതിയാവും എന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മെത്തനോൾ ഉള്ളതുകൊണ്ട് അതിനെ ഫിക്സ് ചെയ്യുന്നതിന്റെ വേറെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. പിന്നെ സ്റ്റെയിനിങ് പ്രൊസീജിയർ എങ്ങനെയാന്നുള്ളത്, ഡ്രൈ ആയിട്ടുള്ള സ്മിയറിൽ ലീഷ്മാൻ സ്റ്റെയിൻ ഒഴിച്ചിട്ട് 2 to 3 minutes വെക്കുന്നു. പിന്നെ ഡബിൾ എമൗണ്ട് ബഫേർഡ് ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്നു. ബഫേർഡ് ഡിസ്റ്റിൽ വാട്ടർ എന്ന് പറയുന്നത് 6.8 pH ആണ് ഉണ്ടാവുക. അതിനുശേഷം അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 10 minutes വെക്കുക. പിന്നെ ബഫേർഡ് ഡിസ്റ്റിൽ വാട്ടർ തന്നെ വാഷ് ചെയ്യുക, ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്യുക. എന്നിട്ട് ബോട്ടം സൈഡ് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ എയർ ഡ്രൈ ചെയ്യുക. എന്നിട്ട് നമ്മളൊരു ലോ പവർ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നമുക്കൊരു വേണ്ട കറക്റ്റ് പോർഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ കൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് ടീൽ സെൽസ് വിട്ട് കിടക്കുന്ന പോർഷനാണ് വേണ്ടത്. നമ്മൾ ആ പോർഷനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തെടുക്കുക ലോ പവറിൽ വെച്ചിട്ട്. അതിനുശേഷം ഓയിൽ ആഡ് ചെയ്തിട്ട് ഓയിൽ ഇമേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ മോർഫോളജി, സ്റ്റെയിനിങ് ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഓരോ ഡിഫറെന്റ് സെൽസ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പോർഷൻ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. താങ്ക് യു. ഷെയറിങ് ഒഴിവാക്കിക്കോളൂ. ഓക്കെ. എന്തായാലും വളരെ ഗംഭീരമായിരിക്കുന്നു കേട്ടോ ക്ലാസ് ഒക്കെ. നമ്മള് പിന്നെ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതലാണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്. നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാണ് എല്ലാവരുടെ അടുത്തും പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം 1 മണിക്കൂറായി നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അടുത്തത് നമ്മുടെ ലത്തീഫ് സാറിനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. സാറ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടി ഒരു ലൈബ്രറി ക്ലാസ്സിൽ ആവും കുറച്ചും കൂടിയൊക്കെ. ഓക്കെ, ലത്തീഫ് സാർ. ലത്തീഫ് സാർ അല്ലേ അവിടെ? ആരിഫ്?
പിന്നെ അനഘ, നമ്മുടെ ഒരു ALSന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റും നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട് അനഘയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. നല്ലൊരു തുടക്കമായത് ആയതുകൊണ്ട് നല്ലൊരു ഇനീഷ്യേഷൻ എടുത്തതിന് എല്ലാവരുടെ ഭാഗത്തുനിന്ന് ALSന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ഇത് കേട്ടോ, ഒരു ടോക്കൺ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സന്തോഷമുണ്ട്. കാരണം ഇന്നലെയാണ് എനിക്ക് തോന്നുന്നു അനഘ ഈ ടോപ്പിക് ഏറ്റെടുക്കാന്ന് പറഞ്ഞത്. നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു, വളരെയേറെ സന്തോഷം തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇതിനുള്ള നന്ദി ചന്ദ്ര സാറിനോട് കൂടി രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹമാണ് പറഞ്ഞത് നമ്മളെ അടുത്ത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് നല്ല ആളുകളുണ്ട് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇത്രയും വളരെ നന്നായിട്ട് ഒരു മണിക്കൂർ 3 മിനിറ്റ് മോള് ആ 21 പേജസിന്റെ ഒരു സംഗ്രഹം വളരെ ഫാസ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചു. 2 വാക്ക് ചന്ദ്ര സാർ കുറച്ച് സംസാരിക്കും. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ. സാറിന് കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. സാർ ഒന്ന് സംസാരിച്ച ശേഷം ഷാജി സാറെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാവോ? ഒരു മിനിറ്റ്, ഞാൻ ചെയ്യാം. അനു, ചന്ദ്ര സാർ പോയിട്ടുണ്ട്, കാണുന്നില്ല. ഇവിടെ ഉണ്ട്. യൂസർ 1 2 3 4 യൂസർ 1 2 3 4 വീഡിയോയിൽ കാണുന്നില്ലേ? ഓക്കെ, 1 2 3 4 യാ, ഓക്കെ. സാർ മാറ്റിയെന്ന് തോന്നുന്നത് യൂസർ 1 2 3 4. യാ, ഓക്കെ. ഓക്കെ, കേൾക്കാലോ. ശരി, വളരെ വളരെ സന്തോഷമുണ്ട്. അപ്പോ നമുക്കറിയാം ഇതിൽ ഇനിയും ഒരുപാട് ആൾക്കാർ ഇതേമാതിരി നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അനഘനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ പഠിപ്പിച്ച ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അവരുടെ പേരൊക്കെ എനിക്കറിയാം. നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ഇനിയും ഇതിൻ്റെ അകത്തുണ്ട്. അവർ മിണ്ടാണ്ടിരിക്കുകയാണ്. എന്തായാലും അനഘ, ഇത് എന്തായാലും ഈ VHSലെ ആ ബുക്കിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് അനഘയ്ക്ക് അറിയാന്നുള്ളത് അനഘയുടെ പ്രസന്റേഷൻ മനസ്സിലായി. പിന്നെ ഇത് അനഘ ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ സമയം കൊണ്ട് തീർക്കണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ്. അനഘ കുറച്ചുകൂടി സ്ലോ ആയിട്ട് പറയുകയായിരുന്നെങ്കിൽ ഒരു നല്ല പ്രസന്റേഷൻ, ഇപ്പം നല്ല പ്രസന്റേഷൻ ആണ്, അല്ലാന്നല്ല, കുറച്ചും കൂടി ഈ കേൾക്കാൻ ഹിയറിംഗ് സ്കില്ല് കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഗ്രാസ്പിംഗ് പവർ കുറഞ്ഞ ആൾക്കാർക്ക്, അവർക്കും കൂടി വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ അനഘ അതേ സ്പീഡിൽ ആ സമയം ശരിക്കും പാലിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് സ്പീഡ് കൂടിയത്. എന്നുവെച്ചാൽ അനഘയ്ക്ക് ഈ VHSലെ ബുക്കിലെ കാര്യങ്ങളല്ല, വാക്യൂട്ടിനുള്ള കാര്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നുണ്ട്. അതിപ്പോൾ ശരിക്കും അനഘ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മളെല്ലാവരും അനഘനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ബാക്കി എല്ലാ ആൾക്കാരും ഇത് മാതൃകയാക്കുക. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ PSCക്കുള്ള പ്രത്യേകത പറഞ്ഞാൽ പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. അങ്ങനെ പഠിച്ചാൽ നമ്മൾ ഒരുപാട് പോയിന്റുകൾ നമുക്ക് നേടാൻ പറ്റും. അതൊരു PSC കോച്ചിന് പ്രധാനമായിട്ട് പഠിക്കുന്ന ഒരു രീതി എല്ലാവരും. അപ്പോൾ ഇതിലുള്ള എല്ലാവരോടും പറയാണ്, നിങ്ങൾക്ക് പൊതുവേദിയിൽ വന്ന് പഠിപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അടുത്തിരുന്ന് പഠിക്കുക, അടുത്ത ആരെങ്കിലും പഠിപ്പിക്കുക. എന്നാൽ തന്നെ കുറേ കാര്യങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. നമുക്ക് സമയം ഒരുപാട് ദീർഘിച്ചിട്ടുണ്ട്, വേറെ ഒന്നും പറയുന്നില്ല. അനഘ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നല്ല പ്രസന്റേഷൻ. ഓക്കെ ഓക്കെ. ഷാജി, സമയം ലത്തീഫേ. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ ഗുഡ് വേർഡ്സ് ആൻഡ് മെന്ററിങ് ആൾ ഓഫ് us. ഓക്കെ, അപ്പൊ അനഘ വളരെ സന്തോഷം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുകയാണ്, ചില പുതിയ ആളുകളോട് വീണ്ടും പറയാണ്, ഇതല്ല നമ്മുടെ PSC ക്ലാസ്. ഇത് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ, നിങ്ങളെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു പദ്ധതിയാണ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വേറൊരു കോച്ചിങ് സെന്ററിലൊന്നും ഇങ്ങനെ പ്രയോഗിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു പക്ഷേ ഇതിലെ ഒരു ഗുണം നിങ്ങൾക്ക് എവിടെയാ കിട്ടാൻ പോകുന്നതെന്ന് അറിയാവോ? ചിലപ്പോൾ ഇന്റർവ്യൂവിലായിരിക്കും ഇതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടാൻ പോകുക. ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇപ്പൊ VHS ഇൻസ്ട്രക്ടറുടെ ഇന്റർവ്യൂവിന് ചില കുട്ടികളോടൊക്കെ നിങ്ങൾ ESR 5 മിനിറ്റ് ക്ലാസ് എടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
അപ്പൊ ചിലപ്പോൾ ക്ലാസ് എടുക്കാനായിരിക്കും ചിലപ്പോൾ ചില ഇന്റർവ്യൂവിൽ പറയാം, ചില PSC ഇന്റർവ്യൂ. അപ്പൊ നിങ്ങൾ ഈ പ്രസന്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഇന്റർവ്യൂവിൽ ഉണ്ടാവാം, വിദേശത്തൊരു ജോലിന്റെ ഇന്റർവ്യൂവിനാവാം, അല്ലെങ്കിൽ നാട്ടിലൊരു ജോലിയിലെ ഇന്റർവ്യൂവിനാവാം, അതും അല്ലെങ്കിൽ അങ്ങനെ പല സ്ഥലത്തും. ഇപ്പൊ നിങ്ങൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ സ്കിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രസന്റേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പല സ്ഥലത്തും പിടിച്ചു നിൽക്കാം എന്നുള്ള യാതൊരു സന്തോഷമല്ല. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രാവിലെ ഏകദേശം 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ പ്രസന്റ് ചെയ്യും. ചിലപ്പോൾ കേസ് പ്രസന്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ ടോപ്പിക് പ്രസന്റേഷൻ ആയിരിക്കും. അപ്പൊ എന്തായാലും ഈ പ്രസന്റേഷൻ സ്കിൽ കീപ്പ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു 10-13 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്നിക്കൽ ട്രയൽ റണ്ണും കൂടിയാണ്. നോക്കൂ, എന്തൊക്കെയാണ് ഈ പാത്വേയിൽ നമ്മൾ പോണ സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. ഇന്നലെ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഷാജി സാർ ആ ബഹളങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തു, മനസ്സിലായി. ഇന്ന് ആർക്കും സംസാരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. അപ്പൊ ഇന്ന് എല്ലാവർക്കും സൈലന്റ് ആയിട്ട് കേൾക്കാൻ പറ്റി. അനക്കയുടെ ശബ്ദം ഇച്ചിരി ചില സമയങ്ങളിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാറില്ല മോളോ, ആദ്യമായിട്ട് പ്രസന്റ് ചെയ്യല്ലേ, നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കുറച്ചും കൂടി സമയമൊക്കെ എടുത്തിട്ട് ടൈമൊക്കെ എടുത്തിട്ട് വോയിസ് ഒക്കെ റൈസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. പിന്നെന്താണ് പറയാനുള്ളത്? വേറെ കാര്യം പറയാനുള്ളത്, ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് പുസ്തകങ്ങൾ നേരത്തെ ഷെയർ ചെയ്യാവോ, അതായത് 2 ദിവസത്തേക്കുള്ള പുസ്തകങ്ങൾ നേരത്തെ ഷെയർ ചെയ്യാവോ. കാരണം പ്രിന്റ് എടുത്ത് ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലായി, അവരൊരു ജെന്യുവൻ റിക്വയർമെന്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് മുതൽ 2 ദിവസത്തേക്കുള്ള പുസ്തകം മൊത്തം തരില്ല. കാരണം പുസ്തകം മൊത്തം തന്നാല് നമ്മളതൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, അത് അവിടെ കിടക്കും. അതുകൊണ്ട് 2 ദിവസത്തേക്കുള്ള പുസ്തകത്തിന്റെ ഇത് തരാം. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ വായിക്കാം. അപ്പൊ അനക്കെ പോലെയുള്ള ആളുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഫാസ്റ്റ് ആയിട്ട് കൂടെ ഓടാനും പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അനക്കയ്ക്ക് നമ്മള് വളരെ ഈ അക്കാഡമി ആദ്യമായിട്ട് ഒരാൾക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിന്റെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അനഘ പി രമേശിനാണ്. അനഘ ക്ലാസ് എടുത്തിട്ടുണ്ടോ? അനഘനെ മ്യൂട്ട് ചെയ്യാം. അനഘ കോളേജിലൊക്കെ സെമിനാർസ് പ്രസന്റ് ചെയ്യുന്ന ടീച്ചിങ് കോളേജ് അല്ല, ടീച്ചറായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല അല്ലെ? ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് ഞാൻ തുടക്കത്തിലില്ലായിരുന്നു. എവിടെ മോൾ എവിടെ ജോലി ചെയ്യുന്നത്? ഞാനിപ്പോ പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ IMA ബ്ലഡ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ആശുപത്രിയിൽ ആ KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അപ്രോക്സിമേറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ശരി. അപ്പൊ എന്തായാലും വർക്ക് ചെയ്യാണ്, എന്നിട്ടും പ്രസന്റ് ചെയ്യുന്നു, ജോലിക്കടയിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നു. താങ്കൾ ഒരു നല്ല മാതൃകയാണ്. ജോലിക്കടയിലും പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ. പിന്നെന്താ പറയുന്നത്, ആപ്ലിക്കേഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമ്മൾ സൂമിൽ തന്നെയാണ് കുറച്ചു കാലം മുന്നോട്ട് പോകാൻ. ചില കുട്ടികളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5 മിനിറ്റ് കൊണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ അധികം വൈകാതെ സെറ്റിൽ ചെയ്തുകൊണ്ട് കേരളത്തിൽ ലഭിക്കുന്ന MLTക്ക് ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരിക്കും ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വൈകിയാണെങ്കിലും ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് കുറച്ചിങ്ങനെ ഡിലേ ആക്കി പോകുന്നത്. പിന്നെ ചോദ്യം പലരുടെയും സംശയമാണ്, സാറേ ഫീസ് അടക്കാൻ 2 ഇൻസ്റ്റാൾമെന്റ് തരുമോ? ഞങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഫീസ് അടക്കാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമല്ല. ഡിസംബർ 4-ാം തീയതി വരെ ഒരു തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾക്ക് 2500 ആണ് കഴിയെങ്കിൽ അത് ചെയ്യുക, 2000 ആണെങ്കിൽ ഇപ്പൊ അത് അടക്കുക. നിങ്ങൾ ആരെയും അതിന്റെ പേരിൽ ഇവിടുന്ന് ഒരു പ്രയാസം കുറച്ച് കാലത്തേക്ക് ഉണ്ടാകില്ല. നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേഴ്സണൽ കൺസേൺ ഉണ്ടെങ്കിൽ അത് വളരെ എല്ലാവരും ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് ചോദിക്കേണ്ട. ഫീസ് പിന്നെ 1 ഇൻസ്റ്റാൾമെന്റ് അടക്കി തരുമോ, 2 ഇൻസ്റ്റാൾമെന്റ്, ഒന്നുമില്ല. നിങ്ങൾക്ക് കഴിയുന്നത് എത്രയാണോ ചിലത് പെട്ടെന്ന് അടക്കുക, ബാക്കി നിങ്ങളുടെ സൗകര്യം പോലെയൊക്കെ 1-2 തവണയായിട്ട് അടക്കുക. അത്രേ ഉള്ളൂ. ഇനി അത് എപ്പോഴും ചോദിക്കണ്ട. ഇതൊക്കെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നോണ്ട് പറയാം. പിന്നെ 1 മണിക്കൂറൊക്കെ ഇരിക്കല്ലോ, എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ഒക്കെ ചെയ്തിട്ടൊക്കെ ഒന്ന് നീണ്ടു നിവർന്നൊക്കെ ഇരിക്കാം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, കാണുന്നുണ്ടോ? എല്ലാവർക്കും കാണുന്നുണ്ടോ? ഷാജി സാറെ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാം, നന്നായിട്ട് കാണാം. ഓക്കെ, കണ്ടിന്യൂ. നന്നായിട്ട് കാണുന്നതിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓഡിബിലിറ്റി പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇല്ല. ഓക്കെ, കണ്ടിന്യൂ. അപ്പൊ നോക്കൂ, നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കൂ. ദ ബ്ലൂ ടോപ്പ് വാക്യൂട്ടൈനർ ട്യൂബ് കണ്ടെയ്ൻ വിച്ച് ആന്റികോയിൽ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ, ഞാൻ ഇന്നലെ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഞാനൊരു ഡിഫിക്കൽട്ട് ചോദ്യം നേരത്തെ മോളിങ്ങനെ ആദ്യം വായിച്ച സമയത്ത് പിസ്റ്റൺ, ബാരൽ, ടിപ്പ്, ഹബ്ബ്, ഷാഫ്റ്റ്, ബെവൽ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയായിരുന്നു. ബാരൽ ഈസ് ഇൻ ബിറ്റ്വീൻ tip and hub. Barrel is in between hub and shaft. Barrel is in between piston and tip. Barrel is in between shaft and bevel. 1 and 2 is correct. 2 and 3 is wrong. അതിന്റെ ഇടയ്ക്ക് ഇത് ഒന്ന് പോയിരുന്നു. ഇപ്പൊ ശരിയായി. ഇടയ്ക്ക് എന്തോ സ്ക്രീൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ.
പറയുന്നത് കേൾക്കാം. അപ്പൊ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന് സിമ്പിൾ ആയിട്ടുള്ള നോക്കൂ, ഈ ബ്ലൂ ടോപ്പ് വാക്യൂട്ടൈനർ എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാകും. സോഡിയം സിട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്, എന്താ ആന്റികോയാഗുലന്റ് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഇന്നലെ ഹാരിഫ് സാർ പറഞ്ഞു, ഇത് കേൾക്കുമ്പോഴേക്കും ബ്ലൂ ടോപ്പ് എന്ന് കേൾക്കുമ്പോഴേക്കും സോഡിയം സിട്രേറ്റ് നമുക്ക് വരും അല്ലെ. അപ്പോ അത് നമുക്ക് അറിയാം. പക്ഷെ ഞാൻ എപ്പോ മോളും ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാലെന്ന് വിചാരിച്ചു. ബാരൽ ഈസ് ഇൻ ബിറ്റ്വീൻ പിസ്റ്റൺ ആൻഡ് ടിപ്പ്, ബാരൽ ഈസ് ഇൻ ബിറ്റ്വീൻ ടിപ്പ് ആൻഡ് ഹബ്, ബാരൽ ഈസ് ബിറ്റ്വീൻ ടിപ്പ് ആൻഡ് ഷാഫ്റ്റ്. അപ്പൊ എന്നിട്ട് പറയാ 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്, 1 ശരിയാണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, എന്തുണ്ടാവാം, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേ PBT is equal to HSB എന്ന് ഓർത്താൽ മതി. PBT is equal to ഒന്ന് പറഞ്ഞേ, PBT is equal to HSB. എങ്ങനെ? PBT is equal to HSB. PBT പിസ്റ്റൺ ബാരൽ ടിപ്പ് ദാ വന്ന് തട്ടി, ഹബ് ഷാഫ്റ്റ് ബെവൽ. ഓക്കെ 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 ഞാൻ പിന്നെ ലത്തീഫ് സാറിന് എന്തോ സ്റ്റക്കായി തോന്നുന്നു. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്താ സംഭവിച്ചത്. ലത്തീഫ് സാർ ഒന്ന് എന്താണ് പ്രശ്നം? ഹലോ, കേൾക്കാലോ. ഇപ്പോ ലത്തീഫിന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്ക് ഷാജി. അപ്പൊ നോക്കൂ, നമ്മൾ ഇന്നലെയും പറയുണ്ടായി ചില സാങ്കേതികത ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കട്ടെ. ഇതൊന്നും സാരമില്ല. ഇതൊക്കെ നമ്മൾ 10-14 ദിവസം കൊണ്ട് ഇപ്പൊ ഒരു ഫാക്കൽറ്റിനെ നമ്മൾ മെയിൻ ഫാക്കൽറ്റിന്റെ December 4 ക്ലാസ് തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെ പ്രയാസം വന്നാൽ നിങ്ങളും ബുദ്ധിമുട്ടും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ സാങ്കേതിക ഒരു ട്രയൽ റണ്ണും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്നിക്കൽ ട്രയൽ റൺ. എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് കോയാഗുലേറ്റഡ് ബ്ലഡ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, സിമ്പിൾ ആണെന്ന് തോന്നും, കുട്ടികൾ തെറ്റിക്കാറുണ്ട്. Mechanism of action of anticoagulant in the light gray colored vacuum tube. നോക്കൂ, എന്താണ് മെക്കാനിസം എന്നാ ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? എന്റെ സ്ലൈഡും ഓക്കെ അല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ?
ആരിഫ് കേൾക്കുന്നുണ്ട്? ഓക്കെ. അപ്പൊ ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആന്റികോയാഗുലന്റ് ഇൻ ദ ലൈറ്റ് ഗ്രേ കളേർഡ് വാക്യൂട്ടൈനൽ ട്യൂബീസ്. എന്താണ് മെക്കാനിസം എന്ന് ചോദിക്കുക? ഇൻഹിബിറ്റ്സ് ഗ്ലൈക്കോളിസിസ്, കീലേഴ്സ് കാൽഷ്യം അയോൺസ് ബോത്ത് എ ആൻഡ് ബി, പ്രിവെന്റ് മൈക്രോബിയൽ ഗ്രോത്ത്. നിങ്ങൾക്ക് അറിയാലോ എന്താണ് ആ സ്റ്റെപ്പ്, എന്താ, ഏത് എൻസൈമാ കട്ട് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആൻസർ സിമ്പിൾ ആണ്, സി ബോത്ത് എ ആൻഡ് ബി ആണ്. നിങ്ങൾക്ക് അറിയാം. ഞാൻ ആൻസർ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിച്ചു പോകുന്നത്. അപ്പൊ VHSCയുടെ മോളത് അതിനകത്ത് ക്വസ്റ്റ്യൻ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചൊന്നും അറിയില്ല. ആപ്ലിക്കേഷൻ ഓഫ് ടൂണികെ കോസസ് എലിവേഷൻ ഓഫ് ഡാഷ്, പ്രൊലോങ്ഡ് ആപ്ലിക്കേഷൻ ഓഫ് ടൂണികെ കോസസ് എലിവേഷൻ ഓഫ് വാട്ട്, പൊട്ടാസ്യം, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, ഓൾ ഓഫ് ദി അബോവ്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇതെല്ലാം വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ആന്റികോയാഗുലന്റ് ഓഫ് ചോയ്സ് ഫോർ കയാഗുലേഷൻ സ്റ്റഡീസ്, EDTA, trisodium citrate, heparin, double oxalate. Okay. Anticoagulant of choice for ESR, erythrocyte sedimentation rate, heparin, EDTA, potassium oxalate, 3.8%, trisodium citrate. നോക്കൂ, സിമ്പിൾ ആണ്. അത് നമ്മൾ ആന്റികോയാഗുലൻസിന്റെ ഭാഗത്ത് മോർ ഡിസ്കസ് ചെയ്തു. Dipotassium salt of EDTA is recommended in CPC because it is, because it is more water soluble, more water solvent, less water soluble, less water solvent. ഓപ്ഷനിൽ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോസ് ചെയ്തിട്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് പോസ് ചെയ്യാം. നമ്മളതിനെ പറയാന്ന് റിലാപ്സ് ടൈം എന്നൊക്കെ നമ്മൾ പറയില്ല. ആക്ഷനും റിയാക്ഷനും ഇടയ്ക്കുള്ള ചെറിയൊരു പോസിംഗ് ആണ്. 15 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യണം, നല്ലതായിരിക്കും. എന്നിട്ട് ഒന്നും കൂടെ ആ 4 ഓപ്ഷനും ഒന്നും കൂടെ വായിച്ചിട്ട് ആൻസർ ചെയ്യ ഇത്തരം ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ. Which of the following anticoagulant is indicated in green capped vacuum? അറിയാലോ അല്ലെ, നമ്മുടെ നെഫ്രോളജി പേഷ്യൻസ് ഒക്കെ സാധാരണ സാമ്പിൾ വരുന്നതാണ്. എന്താണ്? Which of the following anticoagulant is indicated by green capped vacuum? എന്താണ് ഇതിനകത്ത്? നാച്ചുറൽ ആന്റികോയാഗുലന്റ് ഏതാണ്? ഹെപ്പാരിൻ. നോക്കൂ, സിമ്പിൾ ചോദ്യങ്ങളാണ്. Which of the following is not used as an anticoagulant for blood collection? ബ്ലഡ് കളക്ഷൻ ഉപയോഗിക്കാത്തത് ഏതാണ്? Which of the following is not? ഇവിടെ നോട്ടാണ് ഇമ്പോർട്ടന്റ്. പലപ്പോഴും കുട്ടികൾ ചോദ്യം വായിക്കുന്ന സമയത്ത് നോട്ട് ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, മോൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. പിന്നെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇപ്പൊ വെസ്റ്റഗ്രാൻസ് മെത്തേഡില് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണോ? ESR പഠിക്കും, അതിന്റെ ആന്റികോയാഗുലന്റ് പഠിക്കും, അതിന്റെ റേഷ്യോ നോക്കും, ഒക്കെ നമ്മൾ ചോദിക്കും. സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ, ആന്റികോയാഗുലന്റ് ഓഫ് ചോയ്സ് ഇൻ ഹെമറ്റോളജി, CPDA, സാഗം, EDTA, CPD, SED, എങ്ങനെ പലതും ചോദിക്കും അല്ലെ. ചോയ്സ് ഇൻ ഹെമറ്റോളജി ആണ്. ചോയ്സ് ഇൻ ഹെമറ്റോളജി. മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ അവിടെ കൊടുക്കേണ്ടത്. മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ ഏതാണ്? EDTA ആണ്. നോക്കൂ, an example of natural anticoagulant. ഞാൻ പറഞ്ഞു ലീച്ചിലുള്ള ആന്റികോയാഗുലന്റ് എന്നൊക്കെ പറഞ്ഞു ചോദിക്കും അല്ലെ. ഹ്യൂമൻ ബോഡിയിലുള്ള ആന്റികോയാഗുലന്റ്, ലീച്ചിലുള്ള ആന്റികോയാഗുലന്റ്, ഇങ്ങനെ പല രീതിയിലൊക്കെ PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഹെപ്പാരിൻ നാച്ചുറൽ ആന്റികോയാഗുലന്റ്. ഞാൻ വളരെ ഫാസ്റ്റ് ആണെന്ന്, 3 മിനിറ്റും കൂടെ ഉള്ളൂ. ഓർഡർ ഓഫ് ഡ്രോ മോളവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓർഡർ ഓഫ് ഡ്രോ കുറച്ചും കൂടെ ഉണ്ട്. അപ്പൊ കൾച്ചർ ബോട്ടിലെ കാര്യമൊക്കെ അനൊക്കെ പറയുകയുണ്ടായി. കൾച്ചർ ബോട്ടിൽ ഉണ്ടെങ്കിൽ അല്ലേ അനൊക്കെ അങ്ങനെയല്ലേ? യെസ് ഓർ നോ? കൈ കാണിച്ചാൽ മതി. യെസ്. അപ്പൊ അത് ആ സീരീസ് അവിടെ ഉണ്ട്. നമുക്ക് വീണ്ടും ചോദിച്ചു റേഷ്യോ, ട്രൈസോഡിയം സിട്രേറ്റിന്റെ റേഷ്യോ കാണിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് സപ്ലൈ ചെയ്യട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഫാക്കൽറ്റി എടുക്കുന്ന സമയത്തും അല്ലാതെയും നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നമ്മുടെ ക്ലാസിന്റെ മെത്തഡോളജി ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. പിന്നെ നോക്കൂ, അപ്പൊ അതിനകത്ത് നമ്മളൊരു 15 ചോദ്യങ്ങൾ ആന്റികോയാഗുലന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നു. റെഡ് സെൽ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ സിംപ്ലസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഫോർമേഷനുമായി ബന്ധപ്പെട്ട് സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ ലൈഫ് സ്പാൻ ചോദിച്ചിട്ടുണ്ട്. 1 gram ഓഫ് ഹീമോഗ്ലോബിൻ ക്യാൻ ബൈൻഡ് വിത്ത്, ഇത് നമ്മൾ അതിന്റെ HB എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് നമ്മൾ പഠിക്കും. നോർമൽ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ഇങ്ങനെ വന്നിട്ട് ബേസ് ഓഫ് സ്റ്റിപ്ലിംഗ്. ഞാൻ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തരാം. ഇത് ഞാൻ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ കാണിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 3 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പൊ എന്നോട് ഷാജി സാറൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഷാർപ്പ് 9:30 സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഈ ഇങ്ങനെ ഒരു ടോപ്പിക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ മോള് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താണ് വേരിയേഷൻ ഇൻ ദ സൈസ് ഓഫ് RBC ഇസ് കോൾഡ് സ്പിറോസൈറ്റോസിസ്, പോയിക്കിലോസൈറ്റോസിസ്, ലെപ്റ്റോസൈറ്റോസിസ്, അനൈസോസൈറ്റോസിസ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങളും നിങ്ങൾ നോട്ട് ചെയ്യണം. പറഞ്ഞു വന്ന വെച്ചാൽ സിമ്പിൾ ആണെന്ന് തോന്നുന്ന ചോദ്യങ്ങൾ നോട്ട് ചെയ്യണം.
വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഹീമോഗ്ലോബിന്റെ കാര്യം നമ്മൾ ഇപ്പോൾ അവിടെ പറയുന്നില്ല. അത് HB എന്ന് പറയുന്നത് നിങ്ങൾ പത്തോളജിയിലും പഠിക്കും, അതുപോലെ തന്നെ നിങ്ങൾ ബയോകെമിസ്ട്രിയിലും പഠിക്കും. നമ്മൾ ഒറ്റ ടൈറ്റിലാണ് ഇത് പഠിക്കുക. പിന്നെ വേറെന്താ ചോദിക്കുക, എന്നോട് ഏതാണ്ട് ഇന്റർവ്യൂവിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ ഈ ഹെറിഡിറ്ററി സ്ക്ലിറോസൈറ്റോസ് ഒക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓടി വന്ന ഈ കേരളത്തില് സിക്കിൾ സെൽ പ്രൊജക്ട് നടക്കുന്ന ജില്ല ഏതാന്നൊക്കെ ചോദിക്കും. അത് PSCന്റെ ആളല്ല, PSC സബ്ജക്ട് എക്സ്പേർട്ട് അല്ല എന്നോട് ചോദിച്ചത്. ഇതിലൊരു ഒരു ഒരു PSC ബോർഡ് മെമ്പർ ഉണ്ടാവും. ഇപ്പോഴും ഞാൻ ആ ചോദ്യങ്ങൾ ചോദിക്കാം. സിക്കിൾ സെൽ പ്രൊജക്ട് നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അപ്പൊ നമുക്കറിയാം വയനാടാണ്. ട്രൈബൽ പോപ്പുലേഷന്റെ ഇടയിൽ സിക്കിൾ സെൽ ഡിസീസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് പത്രമൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ വിട്ടേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, അപ്പൊ ചോദ്യങ്ങളെ പല രീതിയിൽ കുറച്ചും കൂടെ ബ്രോഡായിട്ടൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് പറഞ്ഞത്. WBCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കാണുന്നത്. ലാർജസ്റ്റ് ബ്ലഡ് സെൽ അല്ലെ, മോള് പറഞ്ഞു മോണോസൈറ്റ് ലാർജസ്റ്റ് സെല്ലാണ്, സൈസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് മോസ്റ്റ് പ്രിഡോമിനന്റ് പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ ആണോ, ഗ്ലോബുലിൻ ആണോ, ഫൈബ്രിനോജൻ ആണോ? അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടെ ഒക്കെ അതിന്റെ പെർസെന്റേജ് വൈസും കൂടെ കുറച്ചും കൂടെ പഠിക്കും. വയസ്സൊക്കെ നമ്മൾ ഇത്തിരി പഠിക്കും. അപ്പൊ ഈ ഒരു ഒറ്റ VHSC ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇതെന്തിനാ അതൊക്കെ കാണിക്കുന്ന മക്കളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും അവിടെ ഉണ്ടല്ലോ അല്ലെ, എല്ലാവരും അവിടെ ഉണ്ടല്ലോ. മക്കൾ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ചോദ്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. RBCന്ന്, WBCന്ന്, പ്ലേറ്റ്ലെറ്റിന്ന്, ആന്റികോയാഗുലന്റുമായി ബന്ധപ്പെട്ട്, ഇതാ ബ്ലഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ, നിറയെ ചോദ്യങ്ങൾ, പ്ലേറ്റ്ലെറ്റുകളുടെ ചോദ്യങ്ങൾ പറഞ്ഞു. ഇത് ഓരോ ചോദ്യങ്ങളും പറഞ്ഞ് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്തുണ്ട്, ഇത്ര അധികം ചോദ്യം ഓരോ ചാപ്റ്ററിനും ഇത്ര അധികം ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദ്യങ്ങളുടെ ഒരു കുറവ് ഉണ്ടാവില്ല. പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും എന്താ വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസ്സുകൾ നടന്നു പോകുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടത്ര, ഇന്നിപ്പോ എനിക്കൊരു സാറൻ എന്നോട് പറഞ്ഞു, ഒരു പല ആവശ്യത്തിന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു കോച്ചിങ് മെത്തഡോളജി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇതിന്റെ കൂട്ടത്തിൽ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ ഒരു 20ഓ 40ഓ ചോദ്യങ്ങൾ, അതിൽ ഭൂരിപക്ഷം മുൻപ് PSC ചോദിച്ചിട്ടുള്ളത്, ചോദിക്കാൻ സാധ്യതയുള്ളത് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാക്കേജ് നമ്മൾ പരമാവധി അധ്വാനിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പൊ ഇതിൽ തന്നെ ഏകദേശം 60ഓളം ചോദ്യങ്ങൾ, ഈ 20 പേജിൽ നിന്ന് 60ൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു 20 VHSC പേജുകളിൽ നിന്ന് മാത്രം 60 ചോദ്യങ്ങൾ, അതിന്റെ എക്സ്പ്ലനേഷനും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ പേജിലും ആവറേജ് 3 ചോദ്യങ്ങളുണ്ട്. ഓരോ പേജിലും കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 3 ചോദ്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഒരിക്കൽ കൂടി അനഘ രമേശിന് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് ALSന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നും ഡിസ്ക്രൈബ് ചെയ്തില്ല. ഞാൻ ആ മെത്തഡോളജിയാണ് പറഞ്ഞത്. എന്താണ് മെത്തഡോളജി? 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഇവിടുത്തെ ഫാക്കൽറ്റിനോ ALS ഫാക്കൽറ്റിനോ കൃത്യമായ 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ഒരു 30 to 40 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റ് 20 മുതൽ 40 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചാപ്റ്ററിന്റെ ഡെപ്ത് അനുസരിച്ച്, പോസിബിലിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അനുസരിച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറെ ക്ലാസ് എടുക്കുന്നതിന് മാക്സിമം പോസിബിൾ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നമുക്ക് പോവാം. അപ്പൊ ആർ യു റെഡി? ആർ യു ഹാപ്പി? കുറച്ച് ടെക്നിക്കൽ സാങ്കേതിക പ്രശ്നങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ശരിയാക്കാനുണ്ട്. എല്ലാം സെറ്റ് ആവും. ഇടയ്ക്ക് എനിക്ക് നെറ്റ് കണക്ഷൻ പോയതാ, വേറൊന്നുമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആരൊക്കെ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്കൊണ്ട് മറുപടി കൊടുക്കാം. ഓക്കെ, മറുപടി എടുക്കും. ആർ യു ഹാപ്പി വിത്ത് ദിസ് മെത്തേഡ്? ആർ യു ഓക്കെ വിത്ത് ദിസ് മെത്തേഡ്? താങ്ക് യു സർ. സ്ക്രീൻ ഷെയർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോളൂ. യെസ്. ഓക്കെ, നാട്ടിൽ 9:33 അപ്പൊ നിങ്ങൾ ഈ മെത്തഡോളജി നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയാ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക, നമ്മുടെ മെത്തേഡ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, ഹാർഡ് വർക്ക് ചെയ്യാൻ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. ഓക്കെ, താങ്ക് യു. ഹരി സർ, എന്തെങ്കിലും പറയാനുണ്ട്? ഇടക്കൊന്ന് ഇതായിപ്പോയോ? എക്സിറ്റ് ആയിപ്പോയോ? ഇല്ല, ഞാനോ? അതാ ഞാൻ മാത്രം എക്സിറ്റ് ആയി പോയതോ? ഓക്കെ. ഓക്കെ,
അപ്പോ ഇന്നത്തെ ഒരു ഇത് തന്നെയാണ് എന്താ ഹൈലൈറ്റ് നമ്മളെ അനഘ തന്നെയാണ്. അപ്പൊ ഇതുപോലെയാണ് ശരിക്കും നമ്മൾ ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് നമ്മളെ കൺസെപ്റ്റ്. അല്ലാതെ ഒരാൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് അല്ല. അതിന് പകരം വേറെ ആൾക്കാരെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ടോപ്പിക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്താവും, നമുക്ക് ഈ ഒരു 20 പേജസ് അല്ലേ വരുന്നുള്ളൂ, 25 പേജസ് ആണ് നമ്മൾ മാക്സിമം. ഏറ്റവും വലിയ കണ്ടന്റ് 31 ആണ്. അപ്പോൾ വായിക്കാൻ സമയം ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരാളെ പഠിപ്പിക്കണം എന്നുള്ള, ഇപ്പൊ ചന്ദ്രൻ സാർ പറഞ്ഞ പോലെ ആരും ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ട് ആ ഒരു കൺസെപ്റ്റിൽ വായിക്കുക. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ. അപ്പോൾ അനഘ എന്തായാലും എന്താ പറയാ, ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. പിന്നെ എന്തായാലും അവളോട് നന്ദി പറയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഒരാൾ വോളണ്ടറി ആയിട്ട് മുന്നോട്ട് വരണം. അല്ലാതെ നമ്മൾ എങ്ങനെ തന്നെ ഒരാളെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇയാൾ ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഒറിജിനാലിറ്റി ഇല്ല. ഇത് അവൾ തന്നെ വന്ന് പറഞ്ഞതാണ്, ഞാൻ എടുത്തോളാം. അവൾക്ക് ആ ടൈമിൽ ഇതുപോലും അറിയില്ല, ടോപ്പിക് ഏതെന്ന് പോലും അറിയില്ല. ഈ ടോപ്പിക് കിട്ടിയതുകൊണ്ട് ആണല്ലോ അവള് സ്പാർ ചെയ്തെന്നൊക്കെ ആവും ചില ആൾക്കാർ വിചാരിക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണ ടോപ്പിക് അല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. ഷി വാസ് നോട്ട് അവെയർ ഓഫ് ദ ടോപ്പിക്. അവള് തയ്യാറാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മള് ശരിക്കും ഇത് സീക്വൻഷ്യൽ തന്നെയാണ്. അല്ലാതെ അവർക്ക് പറ്റിയൊരു ടോപ്പിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ ആയിട്ട് കൊടുത്തതല്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഫസ്റ്റത്തെ സെഗ്മെന്റിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള പേജസ് ആണ് ഈ വരുന്നത്. അപ്പൊ അതുപോലെ ഇനിയും എന്താ അടുത്ത ദിവസങ്ങളിലും അവസരങ്ങളുണ്ട്. അത് ലത്തീഫ് സാറ് പറയും. അവസരങ്ങൾ കൊടുക്കണ്ടേ, അതോ ഇനി എങ്ങനെ ലത്തീഫ് സാറെ ഡിസ്കഷന്റെ പ്ലാൻ എങ്ങനെ? ലത്തീഫ് സാർ പോയാ? അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവസരങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയമല്ല. ആരാണോ വില്ലിങ് അവര് വരട്ടെ. നമ്മള് കുട്ടികൾക്ക് പ്രസന്റേഷൻ സ്കില്ലും കൂടെ വരുമല്ലേ. നമ്മുടെ കുട്ടികളെ എല്ലാ തരത്തിലും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. ഒരു സ്കില്ലാണ് പ്രസന്റേഷൻ തന്നെ, അതും കൂടെ ഇതിനകത്ത് കൂടെ ഡെവലപ്പ് ചെയ്യല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് വൈകി, 8:06 പറഞ്ഞാല് അവിടെ ഒരുപാട് സമയമായില്ലേ. പിന്നെ ഈ പ്രസന്റേഷൻ ഒക്കെ ചെയ്യണ സമയത്ത് ആൾക്കാർക്ക് വെള്ളമൊക്കെ കുടിക്കാം കേട്ടോ. സാധാരണ നമ്മളൊക്കെ വലിയ വലിയ സെമിനാറിനൊക്കെ പോയിരിക്കുമ്പോൾ ഈ പ്രസന്റ് ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്ക് സിപ്പൊക്കെ ചെയ്യും, വെള്ളം ഇങ്ങനെയൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ നമുക്കും ആവാം. നമ്മൾ ചെറിയ കുട്ടിയാണ്, നമുക്ക് അതിനൊന്നും പ്രായമായിട്ടില്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്ററാണ്, നമ്മളാണ് റിസോഴ്സ് പേഴ്സൺ. ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഓഡിയൻസ് ആണ്. അപ്പൊ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ആകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴേ. അപ്പൊ ആ സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയതിൽ ശരിക്കും എന്താ പറയുക, ഭയങ്കര സന്തോഷം. എന്നാൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇരുന്നുണ്ട്, നമ്മളെ ടിയേഴ്സിന്റെ ക്ലാസ്സിൽ ഇരുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതുക്കും മേലെ എന്നുള്ള രീതിയിൽ അതിമനോഹരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നെ നമ്മൾ ഇപ്പൊ ശരിക്കും നമ്മൾ PSC ഓറിയന്റഡ് ക്ലാസ് ആവുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താവും, സ്പെസിഫിക് ടു PSC ആവും. അത്രേ ഉള്ളൂ വ്യത്യാസം. അനഘന്റെ ക്ലാസ്സും സാധാരണ ഒരു PSC കോച്ചിങ് ക്ലാസ്സും നമ്മൾ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓഫ് കോഴ്സ് വി വിൽ മേക്ക് ഇറ്റ് എന്താ പറയാ, സ്ട്രക്ചേർഡ് എന്ന് പറയില്ല, അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റഡ് വയ്ക്കും. സ്ട്രക്ചേർഡ് ആവണം, ഡയറക്റ്റഡ് ആവണം. നമുക്ക് എന്താ പറയാ, കുറച്ചും കൂടെ ഇതിപ്പം ബേസിക് ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റണത്. പക്ഷെ അതിന് പകരം നമ്മൾ PSC കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻഫർമേഷന്റെ കൂട്ടത്തിൽ ചോദ്യങ്ങളും കൂടെ നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യും. ഇത് ശരിക്കും എന്താണ്, ഏതൊരു ലേമാനും ഈ 3 ടോപ്പിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അനഘ ക്ലാസ് എടുത്തത്. അതിമനോഹരമായിട്ട് സംക്ഷിപ്തമായിട്ട് ക്ലാസ് എടുത്തു. അപ്പൊ അതിലുള്ള എല്ലാ ടോപ്പിക്കും അവൾ വായിച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറത്തേക്കും പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആവണം നാളെ, മറ്റന്നാൾ, അങ്ങനെ നമ്മൾ 14 സെഗ്മെന്റ് ആയിട്ടാണ് ഈ ബുക്ക് വായിച്ചു തീർക്കുക. അപ്പോൾ അഡീഷണൽ റീഡിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാം എന്ന് തന്നെയാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് പറ. കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോരുത്തരും സ്വന്തം നിലക്ക് പഠിക്കുക, പഠിച്ചിട്ട് ഈ വേറെ ആൾക്കാരെ പഠിപ്പിക്കാനുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂറ്റി ആണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. പിന്നെ ഇന്നിപ്പോ ചന്ദ്രൻ സാറ് എന്താ പറയാ, കുറച്ച് ശാരീരിക അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ ക്ലാസ് കേൾക്കാനും ഈ ക്ലാസ്സിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ സാറ് ത്രൂ ഔട്ട് സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ഒരുപാട് നന്ദി പറയാണ്. ഞങ്ങളെ ഓരോ നീക്കത്തിനും എന്താ പറയാ, ഒരുപാട് സപ്പോർട്ട്. 24/7 നമ്മളെല്ലാവരും ഇതിൽ ഇൻവോൾവ് ആണ്.
ആ 24/7 അപ്പുറത്തേക്ക് വല്ലതും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ചന്ദൻ സാർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിയലി കമൻഡബിൾ. ഞങ്ങൾക്ക് നല്ലൊരു മെന്ററെ കിട്ടി. ആ മെന്റർ ഞങ്ങൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും കൂടിയാണെന്നുള്ളതാണ് ഇതിലെ വാസ്തവം. സാറിന്റെ ഒരു തോട്ട് പ്രോസസ്സിൽ വന്ന സംഗതിയാണ്. കുട്ടികൾക്ക് അങ്ങനെ സാർ എപ്പോഴും പറഞ്ഞതാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടി പഠിപ്പിച്ചാലേ നമ്മൾ പഠിക്കുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും മുന്നോട്ട് വരാനുള്ള ആൾക്കാർ ഷാജി സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. ആരാണോ വില്ലിങ് ആവണമെന്നുള്ളത് ഷാജി സാറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. പക്ഷെ പ്രിപ്പറേഷൻ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞാൽ അതിലുള്ളതും അതിന്റെ അപ്പുറത്തേക്കും കുറച്ചൊന്ന് കൂടുതൽ അറിയാം. അങ്ങനെ വരുമ്പോൾ ആ ടോപ്പിക് നിങ്ങൾ പഠിക്കും. പിന്നെ നന്ദി പറയേണ്ടത് ഷാജി സാറും ലത്തീഫ് സാറും പിന്നെ ഭാസ്കരൻ സാറുണ്ടായിരുന്നു, നമ്മളെ മൈക്രോ ലീഡ് സാറാണ്. സാറ് ഉണ്ടായിരുന്നു, സാർ ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് കാണുന്നുണ്ട്. ആ സാറുണ്ട്. സാറും അതുപോലെ നല്ലൊരു ലിസണറാണ്. സാറിന് എന്തെങ്കിലും ഒരു കമന്റ് പറയണ്ടോ സാറേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ് കേൾക്കുന്നില്ല. ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. അനഘ, യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു വെരി മച്ച്. ഒരു നല്ലൊരു ടീച്ചർ ആവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്. വളരെ നന്നായിട്ട് പഠിച്ച കാര്യം പറഞ്ഞു. അത് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു മോഡൽ എന്ന പോലെ നമുക്ക് പറയാവുന്ന ഒരു വ്യക്തിയാണ് അനഘ. പിന്നെ ഇതിൽ അനഘ പറഞ്ഞതിൽ ഒരു ക്വസ്റ്റ്യൻ, പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ബേസ് ഓഫ് ഫിലിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കും. അത് വലിയ ലെവലിലൊക്കെ ചോദിക്കുന്നത്, നിങ്ങളുടെ PhD ലെവലിൽ ചോദിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ. വിച്ച് ഗ്രാനുലോസൈറ്റ് പ്രൊഡ്യൂസസ് ഹെപ്പാരിൻ ഇൻ ദ ബോഡി? അത് ബേസ് ഓഫിലാണ്. മാസ്റ്റ് സെൽസും ബേസ് ഓഫിലാണ് ഹെപ്പാരിൻ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. ആ ക്വസ്റ്റ്യൻ PSCക്ക് വരുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഹയർ ലെവലിൽ അത് ചോദിക്കും. ഗ്രാനുലോസൈറ്റ്സിൽ ബേസ് ഓഫിൽ മാത്രമാണ് ഹെപ്പാരിൻ ഉണ്ടാക്കുന്നത്. പിന്നെ ലിവറിലും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലും പിന്നെ ലങ്സിലുമുള്ള മാസ്റ്റ് സെൽസും ഹെപ്പാരിൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യനും കൂടി അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തണം. ബാക്കിയെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായി. ബിഗ് സല്യൂട്ട് യു അഗൈൻ. ഗുഡ് നൈറ്റ്. പിന്നെ ഇനിയിപ്പോ നമുക്ക് ലത്തീഫ് സാറ്, നമ്മളെ സ്ഥിരം സാറിന്റെ 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും കാര്യം എന്ന് പറഞ്ഞാൽ സാറും 8 മണി എന്നുള്ളത് കട്ട് ഓഫ് ആയിരുന്നു. 8 വന്നാൽ 9:30. ഇപ്പൊ 9:40 ആയി. അടിപൊളി. മനോഹരമായ ഒരു തുടക്കം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ കുട്ടികൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ അപ്പുറം ഇങ്ങോട്ടേക്ക് തരുന്ന ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ടാകുമ്പോൾ ഇറ്റ്സ് ആൻ അമേസിങ് ജേണി. നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു നിമിഷം ശരിക്കും തരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് നമ്മളെ സ്റ്റുഡന്റ് നമുക്കൊരു റിസോഴ്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റി ആവുക പറഞ്ഞാൽ സ്റ്റുഡന്റ് ഫാക്കൽറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് സക്സസ്ഫുൾ ആക്കി തന്നതിൽ ശരിക്കും എന്താ പറയാ, അതിരില്ലാത്ത നന്ദിയാണ് ശരിക്കും ഞാൻ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മളെ ഈ ഒരു എന്താ പറയാ, നമ്മളെ ഒരു സഞ്ചാരത്തിന് ഒരു വല്ലാത്തൊരു ഡയമെൻഷനാണ് തന്നിട്ടുള്ളത്. നമ്മൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ നമ്മൾ ഈ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചത് അത്രയും നമുക്കൊരു കോൺഫിഡൻസ് തന്നൊരു കുട്ടിയായിട്ട് അനഘ എന്നും ഓർമ്മിക്കപ്പെടും. ഇതിലും ഒരുപാട് ഉയരങ്ങളിലെത്താൻ അനഘയ്ക്ക് കഴിയുന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട്. യു ആർ എ വണ്ടർഫുൾ എന്താ പറയാ പേഴ്സണാലിറ്റി. ഓക്കെ, യു ക്യാൻ ഡു വണ്ടേഴ്സ്. അപ്പൊ എന്തായാലും എല്ലാവരോടും നന്ദി പറയണു. ഷാജിയേട്ടാ നന്ദി പറഞ്ഞോളൂ. നന്ദി പറഞ്ഞു. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, വീണ്ടും നാളെ കാണാം. നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, മീറ്റിംഗ് എൻഡ് ചെയ്യാണ്. ഓക്കെ.